ചേർന്ന് പറയാം ആമേൻ. 3 വചനങ്ങൾ ഇന്ന് രാത്രിയിലെ വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ദൈവമക്കളുമായി ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ പോകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം, ബുക്ക് ഓഫ് മാർക്ക്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നും 3 വചനങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുകയാണ്. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 32, 14-ാം അധ്യായം 32-ാമത്തെ വാക്യം ആദ്യമായി വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 13-ാം വാക്യവും 17-ാം വാക്യവും പിന്നീട് വായിക്കുക. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 32 ആരെങ്കിലും ഒരാൾ പരസ്യമായി മൈക്രോഫോണിൽ കൂടി വായിച്ച് സഹായിക്കുന്നതായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32-ാം വാക്യം. பின்பு கெத்செமனி எனப்பட்ட இடத்திற்கு வந்தார்கள். அப்பொழுது அவர் தம்முடைய சீஷர்களை நோக்கி, நான் ஜெபம் பண்ணும் அளவு இங்கே உட்கார்ந்திருங்கள் என்று சொல்லி. 19-ാം അധ്യായം ബുക്ക് ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും വായിക്കാം. பிலாத்து இந்த வார்த்தையை கேட்ட பொழுது இயேசுவை வெளியே அழைத்து வந்து தலவரிசைப்படுத்தின மேடை என்று எபிரேய பாஷையிலே கப்பத்தா என்று சொல்லப்பட்ட இடத்திலே நியாயாசனத்தின் மேல் உட்கார்ந்தார். இனி 17-ாமது வசனம். அவர் தம்முடைய சிலுவையை சுமந்து கொண்டு எபிரேய பாஷையிலே கொல்கோதா என்று சொல்லப்பட்ட கபால ஸ்தலம் என்கிற இடத்திற்கு புறப்பட்டு போனார். 3 വചനങ്ങൾ ഇന്ന് രാത്രി ദൈവമക്കളെ പരസ്യമായി വായിച്ചു കേൾപ്പിച്ചു. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നും 3 വചനങ്ങൾ. 3 വചനങ്ങളിൽ പ്രധാനമായും 3 പദങ്ങൾ, 3 പ്രത്യേകപ്പെട്ട ഇടങ്ങൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1, ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 32, 14:32 ഗതശമന എന്നൊരു പദം നിങ്ങൾക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 19-ാം അധ്യായം 13-ാമത്തെ വാക്യം, അവിടെ ഗബ്ബഥ എന്നൊരു പദം നിങ്ങൾ വായിച്ചു കേട്ടു. 17-ാമത്തെ വാക്യം ഗോൽഗോഥ എന്നുള്ള പദം നിങ്ങൾ വായിച്ചു കേട്ടു. 3 പദങ്ങൾ, 1 ഗതശമന, 2 ഗബ്ബഥ, 3 ഗോൽഗോഥ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 1 ഗതശമന, 2 ഗബ്ബഥ, 3 ഗോൽഗോഥ. ആ 3 പദങ്ങളൊന്ന് കര ഉയർത്തി പറയാമോ? നമ്പർ 1 ഗതശമന, നമ്പർ 2 ഗബ്ബഥ, നമ്പർ 3 ഗോൽഗോഥ. ഈ 3 സ്ഥലങ്ങളും നമ്മുടെ യേശു കർത്താവുമായി ഏറ്റവും ബന്ധമുള്ള 3 സ്ഥലങ്ങളാണ്. ഈ 3 സ്ഥലവും നമുക്ക് നന്നായി പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ആ സ്ഥലങ്ങളെ പരിചയപ്പെട്ടേ പറ്റുകയുള്ളൂ. കാര്യം ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത് മറ്റാരെയുമല്ല, നസ്രായനായ യേശുവിനെയാണ്. ഇതൊരു പരസ്യ മീറ്റിംഗ് ആണ്, പബ്ലിക് ഗ്രൗണ്ടിലെ മീറ്റിംഗ് ആണ്. ഈ മീറ്റിങ്ങിൽ ഉയർത്താൻ പറ്റിയ ഒരേ ഒരു നാമം ഉണ്ടെങ്കിൽ അതെൻ്റെ യേശുവിൻ്റെ നാമമാണ്. എന്നെ ഇവിടെ നിർത്തിയത്, നിങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയത് പണബലം അല്ല, യേശുവിൻ്റെ സ്നേഹമാണ്. എത്ര പേർക്ക് അതിൽ സന്തോഷത്തോടെ പറയാൻ കഴിയും? അവൻ്റെ നാമത്തെ ഇന്ന് രാത്രി നമ്മൾ ഉയർത്താൻ പോകുകയാണ്. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ 3 ശിഷ്യന്മാരുമായി ഗതശമന എന്ന തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുകയാണ്. യേശുവിന് 12 ശിഷ്യന്മാരുള്ളതിൽ വെച്ച് 3 ശിഷ്യന്മാരെ വളരെ സ്പെഷ്യലി സെലക്ട് ചെയ്ത് യേശു ഗതശമന തോട്ടത്തിൽ കൊണ്ടുപോകുകയാണ്. എന്തിനെന്നറിയാമോ? പ്രാർത്ഥനയ്ക്കു വേണ്ടി. ഈ 3 ശിഷ്യന്മാരെ ഇവിടെ മാത്രമല്ല മറ്റ് 2 സ്ഥലങ്ങളിൽ കൂടി യേശു കൊണ്ടുപോയിട്ടുണ്ട്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. ആദ്യം യേശു ഇവരെ കൊണ്ടുപോകുന്നത് യായിറൂസിൻ്റെ വീട്ടിൽ. യായിറൂസിൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ ആ മരണത്തിൽ നിന്ന് കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഈ 3 ശിഷ്യന്മാരെ കൊണ്ടുപോയി. രണ്ടാമത് മറുരൂപമലയുടെ മുകളിൽ, ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട്, ആ താബോർ പർവ്വതത്തിൻ്റെ മുകളിൽ യേശു രൂപാന്തരപ്പെടുമ്പോൾ, മറുരൂപപ്പെടുമ്പോൾ
അതിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഈ 3 ശിഷ്യന്മാരെ, പത്രോസ്, യാക്കോബ് ആൻഡ് യോഹന്നാൻ, 3 പേരെ കർത്താവ് കൊണ്ടുപോയി. മൂന്നാമത് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയപ്പോൾ യേശു 3 ശിഷ്യന്മാരെ കൊണ്ടുപോയി. ഇവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് യേശു പോകുന്നത്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ സെലക്ഷൻ നമ്മുടെ മേൽ വീണിട്ടുണ്ട്. അവൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്നത്. ഗെത്സമന തോട്ടത്തിൽ ഈ 3 ശിഷ്യന്മാരെ യേശു കൊണ്ടുപോയിട്ട് അവരോട് യേശു പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്ക്, 1 നാഴിക എന്നോട് ചേർന്ന് ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിൽ 1 അവർ, 1 മണിക്കൂർ എന്നാണ് കിടക്കുന്നത്. ഓക്കെ, 1 നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. 4 യാമങ്ങളെക്കുറിച്ച് ബൈബിൾ പുതിയ നിയമം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ഒരു യാമത്തിൽ 3 മണിക്കൂർ വെച്ച്, പകലിന് 12 മണി നേരം, രാത്രിക്ക് 12 മണി നേരം ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അത്രയും പോലും യേശു പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് 1 നാഴിക, 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് യേശു കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ ഇരുത്തിയതിന് ശേഷം കുറച്ചും കൂടി മുമ്പിലേക്ക് ചെന്ന് ഒരു കല്ലിൻ്റെ മീതെ കവന്ന് വീണ് യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന വിശുദ്ധ തിരുവെഴുത്തിൽ ശ്രദ്ധേയമാണ്. സത്യത്തിൽ ആ പ്രാർത്ഥനയുടെ ഫലങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. ഹല്ലേലൂയ. 3 ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. യേശു 3 പേരെയും വിളിച്ച് ഉണർത്തിയതിന് ശേഷം യേശു കർത്താവ് പിന്നെയും പറഞ്ഞു, 1 നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിനായി നിങ്ങൾ എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവർ പിന്നെയും പ്രാർത്ഥിക്കാനിരുന്നു, പക്ഷേ അവർ ഉറങ്ങിപ്പോയി. എൻ്റെ സഹോദരങ്ങളെ, പ്രസംഗത്തേക്കാൾ പവറാണ് പ്രാർത്ഥനയ്ക്ക്. പ്രസംഗിക്കാൻ ആളെ കിട്ടും, പ്രാർത്ഥിക്കാനാണ് ആളെ കിട്ടാത്തത്. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് പ്രസംഗിക്കാം, എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് പാട്ടുപാടാം, പക്ഷേ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഇവിടെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സഭ ഇവിടെ ഉണ്ടായത്, ഇതുപോലൊരു കൂട്ടം ഇവിടെ വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ കൈ ഉയർത്തി അനുഗ്രഹിക്കുകയാ. 1000 പ്രസംഗകർ എഴുന്നേൽക്കുന്നതിനേക്കാൾ വലുത് കുറെ പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കുന്നെങ്കിൽ അതാണ് ജയമെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന കരങ്ങളെ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? പ്രാർത്ഥന യുദ്ധമാണ്, പ്രാർത്ഥന ജയമാണ്, പ്രാർത്ഥന അധ്വാനമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ മേൽ ജയിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചിൽ പറയും, നിങ്ങളുടെ സമ്പത്തിനെ പിശാച് ബന്ധിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിനെ അഴിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരാളെ പിശാച് ബന്ധിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിനെ അഴിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പിശാച് ബന്ധിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ അഴിക്കും? അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പകരാൻ പോകുകയാണ്. പ്രാർത്ഥനയാണ് ഒരു റിവൈവൽ കൊണ്ടുവരുന്നത്, പ്രാർത്ഥനയാണ് ഒരു എളുപ്പുതൽ കൊണ്ടുവരുന്നത്. എന്നോട് ചേർന്ന് 1 നിമിഷം ആ കൈ ഉയർത്തി ഒന്ന് ശബ്ദമുയർത്തി ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് സഭകൾ നിലനിൽക്കുന്നത്. പണം കൊണ്ടല്ല ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് നിലനിൽക്കുന്നത്, പ്രാർത്ഥന കൊണ്ടാണ് നിലനിൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, പ്രായമുള്ള അപ്പച്ചന്മാർ, പ്രായമുള്ള അമ്മച്ചിമാർ പ്രാർത്ഥിക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ വന്ന് സ്തോത്രം ചെയ്യുന്നത്. എങ്കിൽ അടുത്ത തലമുറ പ്രാർത്ഥിക്കുന്ന തലമുറയാകട്ടെ. കമോൺ, എന്നോട് ചേർന്ന കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യും. യെസ് ലോർഡ്. പ്രാർത്ഥനയുടെ ഒരു വലിയ അഭിഷേകം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വെള്ളം ഊറ്റി ഒഴിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഒരു അഭിഷേകം ദൈവം ഇതിൻ്റെ അകത്ത് പകരാൻ പോകുകയാണ്. വെള്ളം ഊറ്റി ഒഴിക്കുന്നത് പോലെ ഒരു അഭിഷേകം തൻ്റെ ജനത്തിൻ്റെ മേൽ ഇന്ന് രാത്രി പകരാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടാകണം. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാകണം. ആവിയിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാകണം. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കണം. ദൈവ വചനം വായ് തുറന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. അപ്പോസ്തലന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. എങ്ങനെ? 2-ാം സങ്കീർത്തനം സാംസ് 2 2-ാം സങ്കീർത്തനത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാ. ദാവീദ് നിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എന്നും പഠിച്ച ശൈലിയിലല്ല പ്രാർത്ഥിക്കണ്ടേ. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിട്ടുണ്ട്. അപ്പസ്റ്റോലിക് പ്രയറാണത്. ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം ഷെയ്ക്ക് വരാൻ തുടങ്ങി. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറ, നിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. 2 വചനം പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെ പിശാച് വിറയ്ക്കാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ! അവൻ വചനത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള പവർ പിശാചിനില്ല. കാര്യം വചനം ദൈവമാണ്. ആരാധന ദൈവമല്ല, അന്യഭാഷ ദൈവമല്ല, അഭിഷേകം ദൈവമല്ല, പാട്ട് ദൈവമല്ല, പ്രസംഗം ദൈവമല്ല, വചനം ദൈവമാണ്. ഹല്ലേലൂയ! അതുകൊണ്ട് വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുവാൻ ഇടയായി തീരും. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വചനം പറയുക, അവൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. നിന്റെ വചനത്തിലുണ്ട്. ഞങ്ങൾ ആ വചനം കൺഫസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ വചനം രോഗിയെ സൗഖ്യമാക്കും. അതുകൊണ്ട് വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് ചില വിടുതലുകൾ ഉണ്ടാകും. ചില ഡെലിവറൻസ്, ചില വിടുതൽ നിങ്ങൾക്ക് എടുക്കണമോ, നിങ്ങൾ തന്നെ വായ് തുറന്ന് ദൈവവചനം പറയുക. നിന്റെ വചനം അങ്ങനെ പറയുന്നു. അതാണ് അപ്പസ്റ്റോലിക് പ്രയർ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വീട്ടിൽ മറുപടി ഇല്ലാതെ, ആൻസർ ഇല്ലാതെ ഒരു പ്രയർ റിക്വസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ 10 വചനം പറയുക. വചനം പറയുക. കർത്താവേ, നിന്റെ വചനത്തിൽ അങ്ങനെ ഉണ്ട്. നീ വചനം പറ, അത്ഭുതം നടക്കും. ഹല്ലേലൂയ! നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക്. മിറക്കിൾ നടക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ! ഏത് വിഷയം പ്രാർത്ഥിച്ചാലും ആ പ്രയറിൻ്റെ അകത്ത് വചനം ഉണ്ടായിരിക്കണം. ദൈവ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പിശാചിന് ചലിക്കാനൊക്കത്തില്ല. നിന്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ഡെലിവറൻസ് വരുവാനിടയായി തീരും. അതുപോലെ 1 Corinthians chapter 14, verse 14, 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോസ്തലിക പ്രാർത്ഥനയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കേവലം മലയാളത്തിലോ തമിഴിലോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് പോൾ അങ്ങനെ എഴുതിയത്? ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് പിശാചിനറിയാം. ഞാൻ തമിഴിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് പിശാചിനറിയാം. എന്നാൽ പിശാചിനറിയാൻ വയ്യാത്തൊരു ലാംഗ്വേജാണ് അതർ ടങ്സ്, അന്യഭാഷ. അന്യഭാഷകളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് വിറയ്ക്കുക. കാര്യം അവൻ കൺഫ്യൂസ്ഡ് ആവുകയാ. അവന് സംശയം, അവൻ അറിയില്ല ഈ ലാംഗ്വേജ്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വായ് തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. നീ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അവൻ ആ ലാംഗ്വേജ് അറിയുകയില്ല. അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ പ്രാർത്ഥിക്കാതെ അപ്പൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഒരു ഡെലിവറൻസ് ഉണ്ടാകുവാനിടയാകും.
ഓക്കെ, 3 ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശു കർത്താവ് കൊണ്ടുപോയതിന് ശേഷം അവരെ പ്രാർത്ഥിക്കാനിരുത്തിയിട്ട് യേശു കർത്താവ് കുറച്ചുകൂടെ മുമ്പോട്ട് എന്ന് കവന്ന് വീണ് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനയുടെ അവസ്ഥ നിങ്ങൾ നോക്കുക. രക്തധമനികൾ പൊട്ടി ഒരു ബ്ലഡ് ക്യാൻസർ വന്നവനെ പോലെ രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായി ഇങ്ങനെ ഇറ്റിറ്റ് താൻ നിലത്ത് വീഴുകയാണ്. എന്തൊരു പ്രാർത്ഥന! ആ പ്രാർത്ഥനയിൽ യേശു പറയുന്നുണ്ട്, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് നീക്കി തരണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അപ്പ, അവിടുത്തെ ഇഷ്ടം ഈ കൃത്യ നിർവഹണത്തിൽ നിറവേറട്ടെ എന്ന് യേശു പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് യേശു വരുമ്പോൾ ഇവർ ഉറങ്ങുകയാണ്. നിങ്ങൾ പിന്നീട് മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം ഗദശമന തോട്ടത്തിലെ യേശു കർത്താവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ യേശു 3 പേരും ഉറങ്ങുന്നത് കണ്ടിട്ട് 37 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. അവർ 3 പേരും ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ എന്ന് ചോദിച്ചു. നിങ്ങളെ വചനം ശ്രദ്ധിച്ച്, 3 പേരും ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? തമിഴ് ബൈബിളിലും അങ്ങനെ എഴുതിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. പത്രോസിനോട് ചോദിക്കുക, സൈമൺ, ആർ യു സ്ലീപ്പിംഗ്? ശിമോനെ, നീ ഉറങ്ങുവാണോ? നിങ്ങൾ നോക്കിയേ, ശിമോൻ, യോഹന്നാൻ, യാക്കോബ്, നിങ്ങൾ 3 പേരും ഉറങ്ങുകയാണോ എന്ന് ചോദിക്കേണ്ട യേശു ഒറ്റയാടെ പേര് വിളിച്ച് അവനോട് ചോദിക്കുകയാ, നീ ഉറങ്ങുകയാണോ? 3 പേരെയല്ലേ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയത്? യെസ്. പിന്നെന്താ ഒരാളെ മാത്രം വിളിച്ചത്? എങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ ഒരാളെ വിളിക്കാൻ യേശുവേ നിനക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഞാനാകട്ടെ എന്ന് ഞാൻ എൻ്റെ കൈ ഉയർത്തി കർത്താവിനോട് പറയുക. ഒത്തിരി പേര് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്, 100 കണക്കിന് പേര് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരാളുടെ പേര് വിളിച്ച് യേശുവിന് ഇടപെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്ര പേർ ദൈവത്തോട് പറയും, അങ്ങനെ ഒരാളെ നിനക്ക് തൊടാൻ ആഗ്രഹമുണ്ടേ അത് ഞാനാകട്ടെ കർത്താവേ എന്ന് പറയുന്നവർ മാത്രം കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയുക. ശിമോനെ, നീ ഉറങ്ങുന്നുവോ? യേശു ശിമോനെ വിളിച്ച് ചോദിക്കുകയാണ്. സത്യത്തിൽ ശിമോൻ എഴുന്നേൽക്കുമ്പോൾ ഇടത്തും വലത്തും 2 പേർ ഉറങ്ങുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ, മറ്റൊന്ന് യാക്കോബ്. അപ്പൊ അകത്തൊരു ചോദ്യം പെട്ടെന്ന് വരും, ലോർഡ്, ഞങ്ങളെ 3 പേരെയല്ലേ നീ കൊണ്ടുപോയത്? ഞങ്ങൾ 3 പേരും ഉറങ്ങിയല്ലോ. ഞങ്ങളെ 3 പേരെയും ഉണർത്താതെ എന്നെ മാത്രം എന്തിനാ വിളിച്ചത്? യോഹന്നാൻ ഉറങ്ങുന്നത് കണ്ടില്ലേ? യാക്കോബ് ഉറങ്ങുന്നത് കണ്ടില്ലേ? നോർമലി ഒരു ചോദ്യം വരാം. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്പിരിറ്റ് മാൻ ആണെന്നുള്ളതാണ്. ഒരാത്മീകന് മാത്രമേ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്നവരുടെ കാര്യം പറയാൻ ഒക്കത്തില്ല. കർത്താവിൻ്റെ ഡീലിങ്സ് നിങ്ങളോട് മാത്രമാണ്. നിങ്ങളുടെ ലെഫ്റ്റോ റൈറ്റോ ഇരിക്കുന്നതൊന്നും കർത്താവിന് വിഷയമല്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൻ്റെ അകത്തും ഈ ശബ്ദത്തിൻ്റെ റേഞ്ച് എവിടെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇന്ന് രാത്രി യേശു പറയുക, മകനെ, മകളെ, ഞാൻ നിന്നെ വിളിക്കുകയാണ്, എനിക്ക് നിന്നെ ആവശ്യമാണ്. ശിമോനെ, നീ ഉറങ്ങുന്നുവോ എന്ന് പറഞ്ഞ് യേശു കർത്താവ് അവരെ ഉണർത്തിയിട്ട്, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുക, മനുഷ്യപുത്രൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവ് നോക്കുമ്പോൾ ഗദശമനായുടെ എൻട്രൻസിൽ ഒരു പറ്റം ആൾക്കാർ വന്നിരിക്കുകയാണ്. കൂടുതലും സോൾജിയേഴ്സ് ആണ്, ജൂയിഷ് സോൾജിയേഴ്സ്, റോമൻ സോൾജിയേഴ്സ് എല്ലാവരുടെ വന്ന് നിൽക്കുകയാണ്. യഹൂദ ചേവകരും റോമൻ പട്ടാളക്കാരും വന്നു നിൽക്കുന്നു. തൊട്ടു ഫ്രണ്ടിൽ യൂദാസ് വന്നിട്ടുണ്ട്. യേശു അത് കണ്ടിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയല്ല ചെയ്തത്. യേശു അത് കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അവരുടെ മുമ്പിൽ നിന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുകയാ? നിങ്ങളൊന്ന് നോക്കിക്കേ, യൂദ കയ്യിൽ പോക്കറ്റിൽ 30 വെള്ളിക്കാശ് വാങ്ങി കീശയിലിട്ട യൂദാസ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാ യേശുവിനെ വിറ്റാൽ 30 വെള്ളിക്കാശയിലും കിട്ടുമെന്ന് യൂദായ്ക്ക് ഉറപ്പാണ്. അതെ, അന്നാണെങ്കിലും ഇന്നാണേലും യേശുവിനെ വിറ്റ കാശ. പക്ഷേ യേശുവിനെ വിറ്റ് കിട്ടുന്ന കാശ് അനുഭവിക്കാൻ കഴിയില്ല. എൻ്റെ മലയാളം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യൂദായ്ക്ക് അത് അനുഭവിക്കാൻ ഒത്തില്ല. കാര്യം ഇത് വിറ്റ് കാശുണ്ടാക്കുന്നവരുടെ മാർഗമല്ല.
ഇത് വിറ്റ് കാശാക്കാനുള്ളവരുടെ മാർഗമല്ല, ഇതിനു വേണ്ടി ജീവൻ ബലിയാടാക്കിയവനായ യേശു എന്നും ആ നാമത്തിന് വേണ്ടി ജീവൻ ബലിയാടാക്കിയ ലക്ഷക്കണക്കിന് ഭക്തന്മാർ കർത്തൃസന്നിധിയിൽ രക്തസാക്ഷികളായി പോയിട്ടുണ്ടെന്ന് വിശുദ്ധ തിരുവെടുത്ത് കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നോട് ചേർന്ന വിശുദ്ധ ബൈബിൾ ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുകയാണ്? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രായനായ യേശുവെ തിരയുകയാണ്. ഉടനെ യേശു വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഞാനാകുന്നു. അപ്പം ഞാൻ ഈ നല്ല സിസ്റ്റം, നല്ല മൈക്രോഫോൺ, നല്ല PC സിസ്റ്റം, വളരെ ശാന്തമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുക. എൻ്റെ വോയിസ് ശാന്തമാണെങ്കിലും വളരെ ശക്തമായി നിങ്ങളുടെ നടുവിൽ ഇവർ ഇത് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യേശു പറയുക, ഇതൊന്നുമില്ലാതെ ഞാനാകുന്നു. ഇത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ പിടിക്കാൻ വന്ന പട്ടാളക്കാർ നിലത്തേക്ക് വീണു. എന്താ കാര്യം? രക്തം വിയർത്തിരിക്കുകയാണെങ്കിലും ആള് യേശുവാണ്. സ്ഥലം ഗതശമനയാ. കൂടെയുള്ള ശിഷ്യന്മാർ ഉറങ്ങിയെങ്കിലും യേശുവിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ഞാനിവിടെ നിന്നുകൊണ്ട് ശാന്തമായി നിങ്ങളോട് പറയുന്നു, എത്ര പ്രോബ്ലങ്ങളെ ഫേസ് ചെയ്താലും നിങ്ങളുടെ അഭിഷേകം കുറയാതെ നിങ്ങൾ നോക്കാമെങ്കിൽ പിശാചിന് നിങ്ങളെ ജയിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര പ്രോബ്ലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്താലും നിങ്ങളുടെ അഭിഷേകം കുറയാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ പിശാച് ഒരിക്കലും നിങ്ങളെ തൊടുകയില്ല. നിങ്ങളുടെ വാക്കിൻ്റെ അകത്തൊരു അതോറിറ്റി ഉണ്ട്, നിങ്ങളുടെ വാക്കിൻ്റെ അകത്തൊരു അഭിഷേകമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നവൻ്റെ വാക്കിൻ്റെ അകത്തൊരു അധികാരമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയതാണ് നിങ്ങളുടെ അഭിഷേകം. നിങ്ങളുടെ പ്രോബ്ലങ്ങളെക്കാൾ വലിയതാ നിങ്ങളുടെ അഭിഷേകം. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തെ വലിയതായി കാണണ്ട. യേശു നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം വലിയതാകയാൽ ഇന്ന് രാത്രി ആ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എൻ്റെ പ്രശ്നത്തെക്കാൾ വലുതാണ് എൻ്റെ അഭിഷേകം. ഹല്ലേലൂയ. ഞാനാകുന്നു, ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അവർ താഴെ പോകുകയാണ്. പിടിക്കാൻ വന്നവരാണ്. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവശക്തിയെ ചെറുതായി കാണരുത്. ദൈവശക്തിയെ നിങ്ങൾ ചെറുതായി കണ്ടാൽ നിങ്ങൾ ചെറുതായി പോകും. നിങ്ങൾ ദൈവശക്തിയെ വലിയതായി കണ്ടാൽ നിങ്ങളെ ചെറുതാക്കാൻ ആർക്കും കഴിയുകയില്ല. ഓ ഹല്ലേലൂയ. ഈ ആദ്യത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്താൻ പോകുകയാ. ഞാൻ വിശ്വസിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ്റെ രാത്രിയായി മാറാൻ പോകുകയാ. ഒരു പ്രദർശനം, മാനിഫെസ്റ്റേഷൻ, ഹോളി സ്പിരിറ്റിൻ്റെ പ്രദർശനം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടാൻ പോകുകയാ. ഒരു കൈയടി കൊണ്ടോ ഒരു ആരാധന കൊണ്ടോ ദൈവശക്തിയെ നീ ഒതുക്കരുത്. അതിനേക്കാൾ അപ്പുറമാ ദൈവത്തിൻ്റെ ശക്തി. ആഭിചാരത്തെക്കാൾ വലുതാ ദൈവശക്തി. മന്ത്രവാദത്തെക്കാൾ വലുതാ ദൈവശക്തി. കമാൻ, അത് വിശ്വസിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ കൈതട്ടി തുടങ്ങിയത്. ദൈവശക്തിയെ വലിയതായി കാണുക. ഹല്ലേലൂയ. ദൈവശക്തിയെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ആ ശക്തി നിന്റെ ശരീരത്തിൽ നിന്ന് രാത്രി വ്യാപരിച്ചാൽ നിന്റെ ക്യാൻസർ സൗഖ്യമാകും, നിന്റെ ശരീരത്തിലെ ട്യൂമറുകൾ അപ്രത്യക്ഷമാകും, നിന്റെ ശരീരത്തിലെ മുഴുവൻ നോയ്കളും സുഖമാവുകയാ. കാരണം അവൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയുകയാ, കെട്ടുകൾ പൊട്ടുകയാ. കമാൻ, അവൻ്റെ പവർ.
രാത്രി ചിലർ ഹീലാകാൻ പോകുക, സൗഖ്യമാകാൻ പോകുക, സുഖമുണ്ടാകാൻ പോകുക, ചില ശരീരം സുഖം പ്രാപിക്കാൻ പോകുക, ചില നോയികൾ വിട്ടുമാറാൻ പോകുക, ചില അശുദ്ധ ക്രിയകൾ വിട്ടുമാറാൻ പോകുക. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവശക്തിയെ റിസീവ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തന്റെ പ്രവൃത്തി ചെയ്യാൻ പോകുക. ആരും കൈവെക്കാതെ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ആരും നിന്നെ തൊടണ്ട, ആരും നിന്റെ തലയിൽ കൈവെക്കണ്ട. ഇന്ന് രാത്രി ആവിയാനവർ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ആവിയാനവർ ഈ രാത്രി നിന്നെ തൊടാൻ പോകുക. ഞാൻ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ സമയം, ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ ആദ്യം തൊട്ട സമയം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതെൻ്റെ 17ാമത്തെ വയസ്സായി. 17ാമത്തെ വയസ്സ്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പേരൻസ്, എൻ്റെ മാതാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മണിക്കൂറുകൾ ആരാധിക്കുന്നവരാ. ഒരു കൊച്ചു വീടാണ് എൻ്റെ, ചെറിയ വീട്, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത വീട്, കൊച്ചു വീടാണ് എൻ്റെ വീട്. പക്ഷെ അവർ ആരാധിക്കാൻ തുടങ്ങിയ മണിക്കൂറുകൾ ആരാധിക്കും. അന്യഭാഷയും പറഞ്ഞു മണിക്കൂറുകൾ ആരാധിക്കുക. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. സ്കൂൾ ജീവിതത്തിലും കോളേജ് ജീവിതത്തിലും ഒക്കെ ഞാനിങ്ങനെ സുവിശേഷം പറയുകയും ഈ സുവിശേഷ പ്രതികൾ ഇങ്ങനെ കൊടുത്ത് യേശുവിനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവരിലേക്ക് യേശുവിനെ കൈമാറുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് മാത്രം പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. ഭയങ്കര സങ്കടമായി, ദുഃഖമായി. 10ാം ക്ലാസ്സിൽ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫാസ്റ്റിംഗ് 3 days 4 days ഒക്കെ ഫാസ്റ്റ് ചെയ്യുക. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, ശക്തി വേണം. പക്ഷെ എനിക്ക് കിട്ടണില്ല. ഞാനും സുവിശേഷം പറഞ്ഞ് യേശുവിനെ ഏറ്റുകൊണ്ട് സഭയിൽ വരുന്നവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പറഞ്ഞ ഞാൻ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കാൻ തുടങ്ങി, ഇവനെന്തോ വലിയ പാപം ചെയ്തിട്ടാ ഇവനിത് കിട്ടാത്തത്. ഞാനാണ് എൻ്റെ അപ്പനും അമ്മയും വളർത്തിയെന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലി വളർത്തിയ കൂട്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഇടത്തോട്ട് നോക്കാനൊക്കെയില്ല, വലത്തോട്ട് നോക്കാനൊക്കത്തില്ല, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചോണം, വചനം വായിച്ചോണം. അങ്ങനെയാണ് പപ്പയും മമ്മിയും വളർത്തിയത്. കൊച്ചു വീടാണ്, പാവപ്പെട്ടവരാ, ദരിദ്രരാണ്. പക്ഷേ ഭയങ്കര പങ്ക്ച്വലായിട്ടാണ് പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ഇങ്ങനെ ഒരു നിർബന്ധം എൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചു പ്രായത്തിൽ സുവിശേഷം പറഞ്ഞ് തുടങ്ങിയിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. 17ാമത്തെ വയസ്സിൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ IPCയുടെ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ 2 വർഷം, 17ഉം 18ഉം 2 വയസ്സിൽ ഞാൻ 2 വർഷം ബൈബിൾ സ്കൂളിൽ പഠിക്കുകയാണ്. ആ സമയത്തൊക്കെ ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഞാൻ പഠിക്കാൻ കയറുമ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ഞാൻ ഹോളി സ്പിരിറ്റ് ഇല്ലാതെയാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ കൂടെ 32 സ്റ്റുഡൻസ്, അവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണ്. ആ ബൈബിൾ സ്കൂളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അഭിഷേകം പ്രാപിക്കാത്തവരെ അവിടെ അഡ്മിഷൻ കൊടുക്കുകയില്ല. അത് അവിടുത്തെ പ്രിൻസിപ്പാളിന് ഭയങ്കര നിർബന്ധമാണ്. പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ പ്രിൻസിപ്പാൾ പറഞ്ഞു, നോ പ്രോബ്ലം, അവൻ അഡ്മിഷൻ കൊടുത്തേല് അവൻ പ്രാപിച്ചോളൂ എന്ന്. അതിനായി സ്തോത്രം. ഈ അഭിഷേകം ഉള്ളവർ ചെയ്താൽ തന്നെ ഒരു ഗുണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് എൻ്റെ മലയാളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കിപ്പം പിടികിട്ടി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് സെമസ്റ്ററിന് മുമ്പ് കുറച്ച് ദിവസത്തെ ഗ്യാപ്പുണ്ട്, 10-12 ദിവസത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ 3 ദിവസത്തെ മീറ്റിംഗ് ഞങ്ങളുടെ അവിടെ നടക്കുകയാണ്. യൂത്ത് മീറ്റിംഗ് ആണ്, കൂടുതലും യൂത്ത്സാണ്, പേരൻസും ഉണ്ട്. ഭയങ്കര വിശാലമായ ഒരു ഓഡിറ്റോറിയം, ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയം. ഞാൻ ആ മീറ്റിങ്ങിൽ ചെന്നു. ഫസ്റ്റ് സീറ്റിൽ, ഫ്രണ്ട് സീറ്റിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഫ്രണ്ട് സീറ്റിലാണ്. കാരണം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യണം. ഞാനിവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട് സീറ്റുകൾ ഒത്തിരി ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിൽ പ്രീച്ച് ചെയ്യും. ഞാൻ 30 years ആയിട്ട് ചർച്ചിലെ പാസ്റ്ററാണ്. എൻ്റെ ചർച്ചിൽ എപ്പോഴും പറയും, ഫ്രണ്ട് സീറ്റ് കാലിയായി കിടക്കുന്ന ഒരു ചർച്ചിലും എളുപ്പുതൽ വരില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യമല്ല, ഇവിടുത്തെ സ്ഥലപ്പേര് എനിക്കറിയില്ല, ഇത് ഈ ഇടത്തെ കാര്യമല്ല, ഞാൻ ഞങ്ങളുടെ ഇടത്തെ കാര്യമാണ് പറഞ്ഞേ. ഞങ്ങളുടെ ഇടത്ത് ഞാൻ അവരോട് ടീച്ച് ചെയ്യുമ്പോൾ പറയും, ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ ആളില്ലാത്ത മീറ്റിങ്ങിൽ ഹോളി സ്പിരിറ്റിൻ്റെ എന്ത് എളുപ്പുതൽ.
അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ വരുമ്പോഴേ ആൾക്കാർ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. കാര്യം ചർച്ച് ഒരു എളുപ്പുതൽ കൊണ്ടുവരണം. കമോൺ, ഹല്ലേലൂയ. നോ നോ നോ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചിൽ പറയും, ഫ്രണ്ടിൽ ഒരു സീറ്റ് കിടക്കുമ്പോൾ നിങ്ങൾ പുറകിലായിരിക്കുന്നതെങ്കിൽ സീറ്റിനല്ല പ്രോബ്ലം, നിങ്ങൾക്കാ പ്രോബ്ലം. അതുകൊണ്ട് നമ്മുടെ കൂട്ടങ്ങളൊന്നും ഒരു ട്രഡീഷനായി മാറരുത്, പരമ്പരാഗതമായി മാറരുത്. എല്ലാ വർഷവും പോലെ ഈ വർഷവും ആകരുത്. ഈ വർഷം ഒരു എളുപ്പുതൽ സ്റ്റാർട്ട് ചെയ്യണം. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും, ലോർഡ് ഞങ്ങളുടെ ചർച്ചിൽ ഒരു എളുപ്പുതൽ വേണം. കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി വായി തുറന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ ഹോ ഖതറ ബഖല ഖതറ ബഖതറ 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 റേന്ദ സഖതറ ബഖതറ ബലറ ബഖ ശഖതറ ബഖതറ ബഖല ഖതറ ബ ധീരലറ ബഖതറ ബഖന ഹസ്കൽ ഖതറ ബഖ ശിഖതറ യ ബഖന ഹോ റബ ബബ ബബ ശഖതറ ബബ. Yes Lord, yes Lord, yes Lord. Diko rohoma shikati balhatari bikos kataraya bakandaraya bakana rohal kabatara bakashakataraya bakashikataraya ba Lord arabakatara kabata janaka. പ്രാർത്ഥിക്കുക വായ തുറന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജനങ്ങൾക്കൊരു ഉണർവ് കൊടുക്കണേ കർത്താവേ. മക്കളുടെ ലൈഫിൽ ഒരു ഉണർവ്, എളുപ്പുതൽ കൊടുക്കണേ കർത്താവേ. ഇത് സ്റ്റാർട്ട് ചെയ്ത പോലെ ഇരിക്കല്ലേ അപ്പാ. ഈ 2024 ഫിനിഷ് ചെയ്യുമ്പോൾ ഈ എളുപ്പുതൽ സ്റ്റാർട്ട് ആകട്ടെ അപ്പാ. ആവിയാനവരുടെ പ്രസന്നം ഇറങ്ങി വരട്ടും അപ്പാ. മാംസമാന യാവരുടെ മേലും ഞാൻ ആവിയെ ഊറ്റുവേൻ എന്നുള്ള വചനം പോലെ മാംസമാന യാവരുടെ മേലും കമാൻ കരങ്ങളെ പരലോകത്തെ അഭിഷേകത്തെ നിറഞ്ഞു. ഞാൻ മാത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ലാസ്റ്റ് ഡേ, 3-ാം ദിവസം മീറ്റിംഗ് തീരാൻ പോവാണ്. അന്നൊരു പാസ്റ്റർ വരുന്നുണ്ട്, ഗസ്റ്റ് സ്പീക്കർ, വളരെ അനോയിന്റഡ് ആയൊരു പാസ്റ്റർ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അദ്ദേഹം വരുന്നുണ്ട്, ഞാൻ നിറയും, പരിശുദ്ധാത്മാവിനെ തൊടും. ഞാനിങ്ങനെ ആവേശത്തോടെ ഇരിക്കുകയാണ്, ഭയങ്കര ആഗ്രഹത്തോടെ. വേറെ ഒന്നിലും എൻ്റെ ശ്രദ്ധ പോകുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ നീ എന്നെ തൊടണേ. പെട്ടെന്ന് അവിടെ പാസ്റ്റർ അനൗൺസ് ചെയ്തു, ആ ഗസ്റ്റ് പാസ്റ്റർ വരുന്ന വഴിയിൽ റോട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടായി. അന്ന് പാസ്റ്റർക്ക് വരാനൊക്കില്ല, വന്നാൽ തന്നെ ലേറ്റാകും, ഫിനിഷ് ആകുന്ന സമയം ജസ്റ്റ് 10 മിനിറ്റ്സ് വല്ലതും അദ്ദേഹത്തിന് കിട്ടും. എനിക്കങ്ങ് ടെൻഷനായി. ഞാൻ എഴുന്നേറ്റ് ഏറ്റവും ബാക്കിലേക്ക് അങ്ങ് പോയി. കാരണം എനിക്ക് ഭയങ്കര, എൻ്റെ ആശയെല്ലാമേ അങ്ങ് പോയി. കാരണം പരിശുദ്ധാത്മാവ് എന്നെ തൊടാത്തെ. എനിക്ക് ആകെയുള്ളത് ലാസ്റ്റ് സെഷനാണ്. ഇപ്പോൾ ആ പാസ്റ്റർ വരില്ല, എനിക്ക് ടെൻഷൻ. എനിക്ക് 17 വയസ്സേ ഉള്ളൂ. ഞാൻ ഏറ്റവും ബാക്കിലേക്ക് പോയറിനെ എൻ്റെ പേരൻസ് എന്നോട് ചോദിച്ചു, വൈ നീ എന്താ പിന്നാടി വന്നത്? ഞാൻ പറഞ്ഞു, ആ പാസ്റ്റർ വരില്ലെന്ന് അനൗൺസ് ചെയ്തില്ലേ, ഇനി ഞാൻ എന്തിനാ പോണേ? ഇല്ല, ലാസ്റ്റ് 10 മിനിറ്റ്സ് വരും, ആ പാസ്റ്റർ 10 മിനിറ്റ്സ് പ്രീച്ച് ചെയ്യും. യേശുവിനെ നിന്നെ തൊടാൻ 10 നിമിഷം വേണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, എങ്കിൽ പിന്നെ ഇത്ര നാളായിട്ട് എന്നെ തൊടാഞ്ഞേ? 10 നിമിഷം വേണ്ട യേശുവിനെ തൊടാൻ. ഓക്കെ, പിന്നെ എത്ര വർഷമായി ഞാൻ ഈ കൊച്ചുനാൾ മുതലേ 7-ാം ക്ലാസ് 8-ാം ക്ലാസ് മുതലേ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എന്നെ തൊടാൻ? നീ പോ, ഫ്രണ്ടിൽ പോ. ഞാൻ പറഞ്ഞു, നോ, ഞാൻ ഇല്ല, ഞാൻ പുറകിരിക്കും. ഞാൻ ഫ്രണ്ടിലിരുന്ന ഞാൻ ഏറ്റവും ബാക്കിലേക്ക് പോയി പുറകിൽ പോയിരുന്നു. വേറൊരാൾ പ്രീച്ച് ചെയ്തു. ഫൈനലി ആ പാസ്റ്റർ വന്നു. 10 നിമിഷം അദ്ദേഹം സ്റ്റേജിൽ വന്നു, ബൈബിൾ എടുത്ത് വെച്ചു. അദ്ദേഹം പറഞ്ഞു, നെക്സ്റ്റ് 10 മിനിറ്റ്സ് 10 നിമിഷം ഞാൻ നിങ്ങളോട് പ്രീച്ച് ചെയ്യാൻ പോവാം. വചനമല്ല പ്രീച്ച് ചെയ്യുന്നത്, ഞാനൊരു മിഷനറിയെ കുറിച്ച്, ആഫ്രിക്കയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോയ ഒരു മിഷനറിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പേര് തോമസ് വയറിംഗ് എന്ന, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയാൻ പോകുകയാ. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി സാക്ഷ്യം പറയാൻ പോകുകയാ. അദ്ദേഹം ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഏറ്റവും പുറകിലിരിക്കുന്ന എൻ്റെ മേൽ എന്തോ സംഭവിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഇരുന്ന ഇരിപ്പിൽ കണ്ണീർ വിട്ട് കരയാൻ തുടങ്ങി. എനിക്കറിയില്ല ഞാൻ എന്തിനാ കരയണത്, എനിക്കറിയില്ല. 10 നിമിഷം കൊണ്ട് ഫിനിഷ് ചെയ്യുക. അദ്ദേഹം ഫൈനലി ലാസ്റ്റ് അദ്ദേഹം ചോദിച്ചു, അപ്പനെയും അമ്മയും നാടും വീടും എല്ലാം വിട്ട് യേശു പറയുന്ന സ്ഥലത്ത് പോയി ഊഴിയം ചെയ്യാൻ, വേല ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ ആര് സമർപ്പിക്കും? ഇത്രയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കൈ ഉയർത്തി
മെല്ലെ എഴുന്നേക്കുന്നു. ഇതൊക്കെ എനിക്കറിയാം, വേറെ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ആ മേടയുടെ ഫ്രണ്ടിൽ ഞാൻ വീണ് കിടക്കുകയാണ്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഹോളിൽ ചെയർസ് ഒക്കെ ഉണ്ട്, എല്ലാവരും പോയി. എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുന്നു. ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് പറ്റി. പക്ഷെ മലയാളത്തിലല്ല ചോദിക്കണേ, അന്യഭാഷയാ പുറത്തു വരുന്നേ. ഞാൻ ചോദിക്കുക, എനിക്കറിയാം ഞാൻ എന്താ ചോദിക്കണേ, പക്ഷെ എൻ്റെ വായിൽ നിന്ന് വരുന്നത് അന്യഭാഷയാണ്. ഇവർ ആൻസർ ചെയ്യുക, നീ അഭിഷേകം പ്രാപിച്ചു. ഞാൻ പിന്നെ ചോദിക്കുക, എന്താ ചോദിക്കുന്നറിയാവോ? ഞാൻ പുറകിലല്ലേ നിന്നത്, ഞാൻ എങ്ങനെയാ ഫ്രണ്ടിൽ വന്നേ? കാരണം ഇത്രയും വലിയ നീളമുള്ളൊരു ഹോളാണ്, ഞാൻ ഏറ്റവും ബാക്കിലാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കിടന്നിട്ട് എഴുന്നേക്കുന്ന ഫ്രണ്ടിലാണ്. ഞാൻ അങ്ങനെ ഒരു പരിശുദ്ധ അമ്മാവിനെയൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചിലെ പരിശുദ്ധ അമ്മാവെന്ന് പറഞ്ഞ കൈയടിച്ച് ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് വീട്ടിൽ പോകുന്ന പരിശുദ്ധ അമ്മാവിനെ എനിക്കറിയാവുള്ളൂ. അതിനപ്പുറത്തുള്ളൊരു ആത്മാവിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എനിക്കൊട്ട് അറിയത്തുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടുമില്ല. പക്ഷേ അവരെന്നോട് പറയുക, നീ പുറകിലിരുന്ന് കൈ ഉയർത്തിയപ്പോ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങി. നീ എഴുന്നേറ്റത് അന്യഭാഷ പറഞ്ഞോണ്ടാ. പിന്നെ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ഫ്രണ്ടിൽ വന്നേ? അവര് പറഞ്ഞൊരു പന്ത്, റബ്ബർ പന്ത് വലിച്ചെറിയുന്ന പോലെ ഹോളി സ്പിരിറ്റ് നിന്നെ വലിച്ചെറിയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ അനുഭവം, എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അവരും അതാ പറയണേ, ഞങ്ങളും കണ്ടിട്ടില്ല. എന്റെ സഹോദര, നീ കണ്ടത് മാത്രമല്ല പരിശുദ്ധാത്മാവ്, നീ കേട്ടത് മാത്രമല്ല പരിശുദ്ധാത്മാവ്. യെസ്, അതിനേക്കാൾ അപ്പുറം, അതേ വിട അപ്പുറമാണ് ദൈവശക്തി. യെസ് മാസ്റ്റർ, യെസ് മാസ്റ്റർ. യെസ്, ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തോട് പറയും, ലോർഡ് എന്നെ തൊടാതെ നീ ഇന്ന് രാത്രി പോകരുത്, നിന്റെ ശക്തി എന്റെ മേൽ പകരണം. എന്നോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി വിളിച്ചേ ആവിയാനവരേ. എല്ലാരും കരങ്ങളെ ഉയർത്തി വിളിക്ക, ആവിയാനവരേ. പോരാ പോരാ, ഈ ഗ്രൗണ്ടിൽ ഇത്രയും ദൈവമക്കളുണ്ട്. ശബ്ദത്തെ ഉയർത്തി ശബ്ദമായി വിളിക്ക്, ആവിയാനവരേ. കേക്കട്ടെ ആവിയാനവരേ. ശബ്ദം ഉയരട്ടെ ആവിയാനവരേ. ഈ അറ്റ്മോസ്ഫിയർ മുഴുവൻ ചേഞ്ച് ആകാൻ പോകുകയാ. വൺസ് മോർ ഹോളി സ്പിരിറ്റ്. പിശാചിന്റെ ക്രിയകളെ അഴിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെടുകയാ. വായ തുറന്ന് വിളിക്ക്, ആവിയാനവരേ. ഓ രമ സകല കബത ജനക ശിയാര. ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് വായി തുറന്ന് വിളിക്കാം, ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, ആവിയാനവരേ. ഓ ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ആവിയാനവരേ, ആവിയാനവരേ. ഹോളി സ്പിരിറ്റ്, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, ആവിയാനവരേ, അൻപിനാവിയാനവരേ, പരിശുദ്ധ ആവി. ഓ എங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்நாளிலும் சித்தம் போல் நடத்தி செல்லுமை. ஓ எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்த நாளில் உந்த சித்தம் போல் நடத்தி செல்லுமையா. ஆவியானவரே,
പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ആവിയാനവരേ. Come on. ഓ ആവിയാനവരേ. ആ കരങ്ങളൊന്ന് വീശി വീശി പാടിക്കേ. ഓ പരിശുദ്ധ ആവിയാനവരേ, ഓ ആവിയാനവരേ, അൻപിനാവിയാനവരേ, ശബദലരഗദനഗദനേ. ഓ ആവിയേ ആവിയാനവരേ, അൻപിനാവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ. ഓ രണ്ട സഖതരയ ബലരശതരയ ബഖതരബ ഖദലയ ബശഖതരബ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു പവർ ഈ ഭൂമിയിലില്ല. ഇന്ന് രാത്രി ഞാൻ ഈ ആത്മാവിന്റെ ശക്തിയോടെ ഈ മേടയിൽ നിന്നുകൊണ്ട് എൻ്റെ കൈ ഉയർത്തി ഈ ദേശത്തിന് വേണ്ടി ഈ ദൂത് ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തുള്ള അശുദ്ധ ആത്മാക്കൾ ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനം വിട്ട് മാറുകയാ. ഇരുളിൻ്റെ ക്രിയകൾ ഇന്ന് രാത്രി മാറുകയാ. എരിച്ചിലിൻ ആവികൾ ഇന്ന് രാത്രി മാറുകയാ. പൊല്ലാതെ ആവികൾ ഇന്ന് രാത്രി വിളകി മാറട്ടെ, വിളകി മാറട്ടെ. Come on, ആവിയാനവരേ. എല്ലാ യൗവനക്കാരും എല്ലാ ആമേൻ ആമേൻ യങ്സ്റ്റേഴ്സും പരിശുദ്ധമാവിനാൽ നിറയട്ടെ. നിങ്ങളുടെ ബാച്ചിലർ ലൈഫിൽ നിങ്ങൾ അനോയിന്റഡ് ആയി മാറട്ടെ. നിങ്ങളുടെ പിള്ളകൾ ഓരോരുത്തരും പരിശുദ്ധ ആവിയാനവരെ പറ്റിക്കൊള്ളട്ടെ. അവരുടെ ഫ്യൂച്ചർ, അവരുടെ എതിർകാലം ആശീർവദിക്കപ്പെടട്ടെ. Come on, അവരുടെ മേൽ ഇന്ന് രാത്രി ആവിയാനവരുടെ പ്രസന്ന. എന്തിനാ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞെന്നറിയാമോ? ഒന്നാമത് ദൈവാത്മാവെന്നെ തൊട്ടത് അങ്ങനെയാന്ന് പറയാനാ. ഫസ്റ്റിലെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചത് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം നിങ്ങളുടെ മേൽ ഹോളി സ്പിരിറ്റ് വന്നത്, നിങ്ങളും ആവിയാനവരെ പറ്റിക്കൊണ്ട ആ ഫസ്റ്റ് ഡേ, ആ ഫസ്റ്റ് ടൈം എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നുള്ളതിന് തമിഴെന്താ പറയണേ? ജ്ഞാപകം. എത്ര പേർക്ക് ജ്ഞാപകമുണ്ട്? അവർ മാത്രം കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഹോളി സ്പിരിറ്റ് ഫസ്റ്റ് ടൈമിൽ നിന്നെ തൊട്ടത് സത്യം പറ, അന്ന് ഇങ്ങനെയാണോ ഇരുന്നേ? ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ള വലിയ കൂട്ടത്തിലായിരിക്കില്ല. ചെറിയ കൂട്ടം, ചെറിയ വീട്, ഒരു ഉപവാസ പ്രാർത്ഥന, കൊച്ചു വീട്. ആ കൊച്ചു കൂട്ടത്തിൻ്റെ അകത്ത് ഹോളി സ്പിരിറ്റ് നിന്നെ തൊട്ടപ്പോ നിന്റെ കയ്യടി ഇങ്ങനെ അല്ലായിരുന്നു. ആർക്കോ വേണ്ടിയല്ല കയ്യടിച്ചേ. പവർ അകത്ത് വന്നപ്പോ കൺട്രോൾ എല്ലാം പോയി. അന്ന് നമ്മുടെ ഫ്ലഷ്, നമ്മുടെ ജഡമല്ല നമ്മെ കൺട്രോൾ ചെയ്തേ, ഹോളി സ്പിരിറ്റാ കൺട്രോൾ ചെയ്തേ. ആത്മാവിൽ ഞാൻ പറയുന്നു, ആ അഭിഷേകം കളയരുത്. നിന്നെ തൊട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കളയരുത്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി മീറ്റിംഗ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഹോളി സ്പിരിറ്റ് നിന്നെ തൊടാൻ പോകുകയാ. എന്നെ ഒന്നുകൂടെ തൊടണമെന്ന് പറയുന്നവർ എത്ര പേര് ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തുണ്ട്? എന്നെ ഒന്നുകൂടെ തൊടണം. വാ തുറന്ന് പറ, എന്നെ ഒന്നുകൂടെ തൊടണം. നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് ഒന്നും, നിങ്ങളുടെ പക്കത്തിരിക്കുന്നവരെ ഒന്നും നിങ്ങൾ വാച്ച് ചെയ്യണ്ട. വായ തുറന്ന് കർത്താവിനോട് പറ, ആവിയാനവരെ എന്നെ തൊടും, ആവിയാനവരെ തൊടും, ആവിയാനവരെ. വായ തുറന്ന് പറ, എന്നെ തൊടും ആവിയാനവരെ, എന്നെ തൊടും. ഒരു മുറ എന്നെ തൊടും ആവിയാനവരെ, ഒരിക്കൽ കൂടെ എന്നെ തൊടും ആവിയാനവരെ. കമാൻ, എന്നെ തൊടും ആവിയാനവരെ, തൊടും ആവിയാനവരെ. വായ തുറന്ന് പറ, വായ തുറന്ന് ഒരിക്കൽ കൂടി എന്നെ തൊടും ആവിയാനവരെ. രോഗം നിന്നെ തൊട്ടത് നീ അനുഭവിച്ചതാ. ക്യാൻസർ തൊട്ടത് അനുഭവിച്ചതാ. ഹെഡേക്ക് നിന്നെ തൊട്ടു, നീ അനുഭവിച്ചതാ. തൈറോയിഡ് നിന്നെ തൊട്ടു, നീ അത് ഫീൽ ചെയ്തതാ. ബാക്ക് പെയിൻ നിന്നെ തൊട്ടു, നീ അത് അറിഞ്ഞതാണ്. യെസ് ഓർ നോ? പല നോയികൾ നിന്നെ തൊട്ടു, നീ ഫീൽ ചെയ്തതാ. എന്നാ ഇന്ന് രാത്രി അതുപോലെ അല്ല. ഹോളി സ്പിരിറ്റ് ആവിയാനവർ നിന്നെ തൊട്ടാൽ
Rata kata raba. Come on. Re sataka shiara. Rata kata raba shia. They തൊടുന്നു. ആവിയാനവർ തൊടുന്നു. ആവിയാനവർ തൊടുന്നു. Come on. Rata kata raba ka shia taraba. തൊടും ആവിയാനവരെ, തൊടും ആവിയാനവരെ, തൊടും. അഗ്നി 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 അഭിഷേക തന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരുവതാകട്ടെ. இந்த മേടയിലുള്ള ഒവ്വൊരു പാസ്റ്റേഴ്സ്, ഒവ്വൊരു ലീഡേഴ്സ്, യെസ് റെട്ടെ കെതറബ ആവിയാനവരെ പെറ്റിക്കോൾ, അഗ്നിയെ പെറ്റിക്കോൾ. come on. வாலிப தம்பிமார், வாலிப தங்கச்சிமார், ஒவ்வொரு மக்களும் அக்கினியை பெற்றிக்கொள், அக்கினியை பெற்றிக்கொள். come on. ஒரா டகா தரபா கஷியா ரபா கனா. തൊടട്ടെ. ഇപ്പോൾ നിന്റെ നോയ്കൾ സുഖമാകട്ടെ. പിശാച് തൊട്ട പോലെ അല്ല, ആവിയാനവർ തൊട്ടാൽ നീ വളരും, നീ ഗ്രോ ആകുക. പിശാച് തൊട്ടപ്പോൾ നിന്റെ ഫാമിലി ബ്രോക്കൺ ആയി. ആവിയാനവർ തൊട്ടാൽ നിന്റെ ഫാമിലി ബ്ലെസ്ഡ് ആവുകയാ, ബ്ലെസ്ഡ് ആവുകയാ. Bambra balka sata kabra baka rata kabra bakala sata rabla rata labra baskara chasti bi khana rata labra baskara chasti bi khamda labra ratal katara baga shaka taraba rata sata katra labra baka. Yes balko trabakani rata brako shiantania. അശുദ്ധ ആവി നിന്റെ വീടിനെ വിസിറ്റ് ചെയ്തപ്പോ നിന്റെ വീട് ബ്രോക്കൺ ആയി, തകർന്നു പോയി. കടങ്ങൾ വന്നു, കടൻ പ്രശ്നങ്ങൾ വന്നു. ആമേൻ ആമേൻ. എല്ലാം പ്രശ്നങ്ങൾ, ഫുള്ള് പ്രോബ്ലം. എന്നാ ആവിയാനവർ നിന്നെ തൊട്ടാ അടുത്ത ലെവലിലേക്ക് നീ ബ്ലെസ്ഡ് ആവുകയാ. ഹോളി സ്പിരിറ്റ് ഈ മക്കളെ തൊടും ആവിയാനവരെ. और बिना ढेला ब्रको शता रबा லை சஸ்பிதா கதரா பகா. யாபேசின் ஆசீர்வாதம் கணக்கு. இந்த மக்களுடைய எல்லைகள் எல்லாமே விரிவாகட்ടെ, விரிவாகட்ടെ. எல்லைகள் எல்லாமே விரிவாகட்ടെ. ஒவ்வொரு எரிகோக்களும் இடிந்து போகுவதாகட்ടെ. ஒவ்வொரு யோர்தானுகளும் விலகி மாறுவதாகട്ടെ. ரடா கதரா பகதரா பா. இது பிரச்சனைகளுடைய ராத்திரி அல்ல, சொல்யூஷன் வரப்போகிறார். നിന്റെ ലൈഫിൽ ഒരു ബദൽ வரப்போகிறார். come on. இன்னைக்கு ஆவியானவரை பெற்றிக்கொள், பெற்றிக்கொள். ராதா காதா ராபா காதா ராபா. ஒவ்வொரு தற்கொலையின் ஆவி இயேசுவின் நாமத்தில் நாடு விட்டு மாறி போகട്ടെ. യേശുവിൻ നാമത്തിനാലെ, യേശുവിൻ നാമത്തിനാലെ ഉങ്ക ഫാമിലിക്ക് വിരോധമായുള്ള എരിച്ചിലിൻ ആവി ഇപ്പോഴായി ബ്രേക്ക് ഇൻ ജീസസ് നെയിം. लाई बिना खतरिया बथरिया बंकारिया बहल कनासी. वल्लमै 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 वल्लमै. ഒരു ആർമി എഴുന്നേക്കുന്നു. യങ്സ്റ്റേഴ്സിന്റെ ഒരു ആർമി എഴുന്നേക്കുന്നു. നിന്റെ തലമുറകൾ, നിന്റെ പിള്ളൈകൾ, ഒവ്വൊരു മക്കളെ ഹോളി സ്പിരിറ്റ് തൊടാൻ പോകയാ. അവർ ഊഴിയക്കാരായി മാറാൻ പോകയാ. അവർ ദീർഘദർശന ആവിയാൽ നിറമ്പി വഴിയട്ടെ. മാംസമാന യാവരുടെ മേലോ ഒരു ആർമി എഴുന്നേക്കുന്നു. ആർമി, ഒരു സേന எழும்பி வரட்டும். சேனா எழும்பி வரட்டும். இந்த இடத்து ஒரு சேனா, ஓ சொர்க்கீய சேனா, பரலோகத்தின் சேனா எழும்பட்டும், எழும்பட்டும், எழும்பட்டும். பாதரா கதரா காலி பாதரா பகஷகா മാധര ബല. ഇന്ന് രാത്രി ചിലർ അഭിഷേകത്താൽ നിറയട്ടെ. ചിലരെ അഭിഷേകം ചെയ്യുക. ആമേൻ. പരിശുദ്ധാത്മാവ് നമുക്ക് അഭിഷേകം തന്നത് ചിലരെ അനോയിന്റ് ചെയ്യാനാ, ചിലരെ അഭിഷേകം ചെയ്യാനാ. ചിലരെ അഭിഷേകം ചെയ്യുന്ന രാത്രിയാണിത്. ശമൂവേൽ എഴുമ്പി വരട്ടെ. ദാവീദിന്റെ മേൽ അഭിഷേകം വരട്ടെ. പോൾ എഴുമ്പി വരട്ടെ. തിമോത്തിയുടെ മേൽ അഭിഷേകം വരട്ടെ. ഏലിയാവ് എഴുമ്പി വരട്ടെ. ചില എലീശാമാരുടെ മേൽ അഭിഷേകം വരട്ടെ.
bal hataraba katarabala udala hatani badana regana thigana balka bartha legana Atagala Bagadana Baushaba Regadala Bagadini Baushaba Regadala Atalam Braba Legadini Baushaba Regadala Bamtala Regadini Baushaba Ramtana ദീർഘദർശന ആവിയാൽ നിറയുന്ന ചിലർ ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേക്കാൻ പോകുക. ഗിഫ്റ്റ് ഓഫ് പ്രോഫസി. ഈ ദിവസങ്ങളിലെ കൂട്ടം തീരുന്നതിന് മുമ്പ് ദീർഘദർശന വരത്താൽ ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഒരു ന്യൂ ജനറേഷൻ ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേക്കാൻ പോകുക. ഹോളി സ്പിരിറ്റ് പറയുന്നു, അത് നിങ്ങളുടെ വീട്ടിൽ നിന്നൊരാളാകേണ്ടതിനായി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഇതിൻ്റെ ഇടം മുഴുവൻ അവൻ്റെ പ്രസന്നത്താൽ നിറയട്ടെ. രാജാവും പ്രസന്നം போதுமையா எப்போதும் எனக்கு போதுமையா ராஜா உம் பிரசன்னம் போதுமையா எப்போதும் எனக்கு போதுமையா பிரசன்னம் பிரசன்னம் தேவ பிரசன்னம் ஹல்லேலூயா பிரசன்னம் பிரசன்னம் தேவ பிரசன்னம் ராஜா உம் பிரசன்னம் போதுமையா எப்போது எனக்கு போதுமையா ராஜா உம் பிரசன்னம் போதுமையா எப்போதும் எனக்கு. கரங்களை உயர்த்தி பாடிக்க. ஓ பிரசன்னம் பிரசன்னம் தேவ பிரசன்னம் ஹல்லேலூயா பிரசன்னம் பிரசன்னம் அப்பா தேவ പ്രസന്നം. രാത്രി അവൻ്റെ പ്രസൻസ്, അവൻ്റെ പ്രസന്നം മൂടിയിരിക്കുകയാണ്. ഞാൻ ഈ മേടയിൽ നിന്നുകൊണ്ട് പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടം മുഴുവനും അവൻ്റെ പ്രസന്റ്. എത്ര പേരത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഐ നോ വെരി വെൽ. അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്. ഞാൻ അവനെ തിരിച്ചറിയുന്നു. അവൻ്റെ പേരാണ് ആവിയാനവർ. ഈ മീറ്റിംഗ് ഒരു സാധാരണ കൂട്ടമായി മാറില്ല. ഈ കൂട്ടം ഒരു എളുപ്പത്തിലേക്ക് മൂവ് ചെയ്യാൻ പോകുകയാണ്. ഒരു എളുപ്പത്തിൽ കൺസീവായ ചിലർ இந்த இடத்து காரிருக்க, இந்த இடத்து വന്നിരിക്കുക. എളുപ്പത്തിൽ കൺസീവായവ അതിൻ്റെ ഡെലിവറി നടക്കും. ഇന്ത്യ മുഴുവനും ഒരു എളുപ്പതൽ, ഇന്ത്യ മുഴുവനും ഒരു എളുപ്പതൽ. ദേവാ കതറുകിറേ ദേശത്തിന്മേ മനമിറങ്ങോ. കരങ്ങളെ ഉയർത്തി വായ തുറന്ന് വിളിക്കും. ദേവാ കതറുകിറേ ദേശത്തിന്മേ മനമിറങ്ങൂ. കമാൺ. ദേവാ കതറുകിറേ ദേശത്തിന്മേ മനമിറങ്ങൂ. ദേവാ കതറുകിറേ ദേശത്തിന്മേ. അപ്പ
സിലുവയെ തേടി ഓടി വരികയാ ഇന്ത്യയിൽ ഒരു എളുപ്പത്തിനുള്ള ടൈമാണിത്. അതിന് കർത്താവ് നിന്നെ ഭയപ്പെടുത്താൻ പോകയാ. ഹോളി സ്പിരിറ്റ് നിന്നെ യൂസ് ചെയ്യാൻ പോകയാ. കുറെ വർഷങ്ങളായി നീ ജപം പണിക്കൊണ്ടേ ഇരിക്கிறார். ഹോളി സ്പിരിറ്റ് യൂസ് മീ ലോർഡ്, യൂസ് മീ. ആവിയാനவர் சொல்லுகிறார், നാട്ടിൽ ഒരു എളുപ്പതൽ വരാൻ, ഇന്ത്യയിൽ ഒരു എളുപ്പതൽ വരാൻ, இந்த തമിഴ്നാട്ടിൽ ഒരു എളുപ്പതൽ വരാൻ ഹോളി സ്പിരിറ്റ് നിന്നെ യൂസ് ചെയ്യാൻ പോകയാ. ഇതൊരു എളുപ്പതലിൻ കൂട്ടമാ. எழுப்புதல் என் தேசத்திலே என் கண்கள் காண வேண்டும். எழுப்புதல் என் இந்தியாவில் என் கண்கள் காண வேண்டும். ദാവീദ് പാടി, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഞാൻ ഇരിക്കുക. ഞാൻ ഈ കൂട്ടത്തെ ബ്ലസ് ചെയ്യുന്നു. നീ ജീവനോടെ ഇരുന്ന് എൻ കൺകൾ കാണ വേണ്ടു. എൻ കൺകൾ, ഇത് നിന്നോടുള്ള പ്രോഫസിയ, ദീർഘദർശനമാ. നിന്റെ കണ്ണ് കാണും. എൻ കൺകൾ കാണ വേണ്ടു. ദേവാ കതറുകിറേ, ദേശത്തിൻ മേൽ മനമിറങ്ങോ. ദേവാ കതറുകിറേ. കോടി മക്കൾ സിലുവയെ തേടി ഓടി വന്ന് സുഖം പെരണു. എത്ര പേർ ആശപ്പെട്ടിരിക്കുന്ന, എത്ര മക്കൾക്ക് ആശയിരിക്കേ. அந்த வரி ഞാനിവിടെ പാടുമ്പോൾ എത്ര പേർ മനസ്സിൽ அந்த விஷனை கன்சீவ் ஆயிருக்கிறார். கோடி மக்கள். Yes, every knee shall bow, every tongue confess that Jesus Christ is Lord. Rata kataraba gashakatarayaba rada sakatarayaba. ശക്തി നിന്റെ മേൽ നിന്ന് പുറപ്പെടാൻ പോകുകയാ. ശക്തി നിന്റെ മേൽ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ അഭിഷേകം പ്രാപിക്കാൻ പോകുകയാ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ ആവിയാനവരെ പറ്റിക്കൊള്ളാൻ പോകുകയാ. Come on, Holy Spirit. Rasha kataraba lahataraba rase tekilabra bakataraba rata katarabla bakasha kataraba. പരിശുദ്ധ ആവിയാനവർക്ക് ഒരു ലിമിറ്റേഷൻ വെക്കാതെ, ഒരു ബൗണ്ടറി കെട്ടാതെ. കമാൻ, അത് പൊട്ടിക്ക്. ആ ബൗണ്ടറിയെ പൊട്ടിക്ക്. നിങ്ങൾ അറിഞ്ഞ ബൗണ്ടറി പൊട്ടിക്ക്. അത് വിട്. അത് അപ്പുറമായി ആവിയാനവർ ഇറങ്ങി വരട്ടെ. കമാൻ, പരിശുദ്ധ ആവിയാനവരേ.
9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണ കൂട്ടം നൈറ്റ് 9 o'clock முடிச்சு മോർണിംഗ് 3 o'clock വരെ കണ്ടിന്യൂ പണി. അവരുടെ പവറിനെ, വല്ലമയെ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ല. അതിനാൽ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് കർത്താവ് വിളിച്ച കുറേ പേരിരിപ്പുണ്ട്. ഞാൻ കൈകൂപ്പി പറയുന്നു, അവൻ്റെ ശക്തി, അവൻ്റെ വല്ലമൈ ചെറുതായി കാണരുത്, വലുതായി കാണരുത്. ബൈബിൾ പറയുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവർ താഴെ വീണു. ശക്തി പുറപ്പെട്ടതാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ എഴുന്നേറ്റ് വരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ യേശുവിനെ സാധാരണക്കാരനെ പോലെ കാണരുത്. അവനപ്പുറം പറയാൻ ഒരാളില്ല. അവനപ്പുറം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഉമക്കൊപ്പാനവറിയാ, ആവ്യാനവരെ ഉമക്കൊപ്പാനവറിയാ. അവന് തുല്യനായ ആരുമില്ല. അവന് തുല്യനായ ആരുമില്ല. യേശുവിനെ അവർ അറസ്റ്റ് ചെയ്തു. യേശുവിന്റെ കൈക്ക് അവർ വിലങ്ങ് വെച്ചു. ഈ സമയത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഉറങ്ങുകയാണ്. അവർ കണ്ണു തുറക്കുമ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ശിമോൻ ഓടി വരിക, കയ്യിൽ വാളുമായി. ശിമോൻ ഓടി വന്ന് വാളെടുത്ത് വെട്ടി. ഇതാ സൈമൺ, നിന്നോട് ഉറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. നിന്നോട് ഉറങ്ങരുതെന്ന് പറയാൻ കാര്യം ഇതാ. ഉറങ്ങിയിട്ട് ചെയ്യേണ്ടതല്ല മിനിസ്ട്രി. ഇത് വെട്ടി മുറിക്കുന്നതല്ല മിനിസ്ട്രി. ഹല്ലേലൂയ. വലത്തെ കാത് അറുത്ത് താഴെ വീണു. യേശു കയ്യിൽ ചങ്ങല വെച്ച് ഇങ്ങനെ അറസ്റ്റ് വരിക്കപ്പെട്ട് നിൽക്കുമ്പോൾ യേശു സോൾജിയേഴ്സിനോട് പറഞ്ഞു, എന്നെ ഒന്ന് വിട്ടേ, ജസ്റ്റ് എന്നെ ഒന്ന് വിട്ടേ. അവർ യേശുവിനെ വിട്ടു. യേശു നടന്നു എന്ന് ഒരു മനുഷ്യന്റെ വലത്തെ കാത് അറുത്ത് താഴെ കിടക്കുക. അവൻ വാവിട്ട് കരയുക, മുറിഞ്ഞ കാത്, രക്തമൊഴുകുക. യേശു ചെന്നിട്ട് എന്താ ചെയ്തേ? കുനിഞ്ഞ് ആ കാത് കൈ കൊണ്ടെടുത്തു. ഈ ഗാർഡൻ ഏതാണെന്നറിയോ? ഗത്ശമന തോട്ടം. നിങ്ങൾ ഏദൻ തോട്ടത്തിലേക്ക് നോക്കിക്കേ. മണ്ണുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി നിലത്ത് കിടത്തി, എന്നിട്ട് കുനിഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി മണ്ണ് മാംസമായി ആദാമായി മാറുകയാ, മനുഷ്യനായി മാറുകയാ. അത് ഏദൻ തോട്ടം, ഇത് ഗതശമന തോട്ടം. കുനിഞ്ഞ് കാത് കൈ കൊണ്ടെടുത്ത് ആ മൽക്കോസിന്റെ മുറിഞ്ഞ ഭാഗത്തേക്ക് വെച്ചപ്പോ സൗഖ്യമായി. അപ്പോ തന്നെ സൗഖ്യമായി. സഹോദരങ്ങളെ, കയ്യിൽ അവർ അറസ്റ്റ് ചെയ്യുമ്പോഴും ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ചിലരോട് പറയുന്നു, നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും ആ ശക്തി കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാ. നിങ്ങൾ ഇനി ആ മനുഷ്യനെ നോക്കിക്കേ. കാതറുത്ത് താഴെ വീണ് അലറി കരഞ്ഞവന്റെ ഇന്ന് ഹീലായി. അവൻ സുഖമായി 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 സുഖമായി. അവരിങ്ങനെ വലത്തെ കാതെ പിടിക്കുന്നുണ്ടായിരിക്കും. കാര്യം എന്തൊരു പെട്ടെന്നാ, വിത്തിൻ സെക്കൻഡ്സ് ഇതെല്ലാം സംഭവിക്കുക. സെക്കൻഡുകൾക്കുള്ളിൽ സൗഖ്യമാവുകയാ. യേശു വന്ന് സൗഖ്യമാക്കും. ഇവന്റെ അകത്ത് ഞാന് ആ പ്രീസ്റ്റിന്റെ ആ ചട്ടയിട്ട് നടക്കുന്ന ആ പുരോഹിതന്റെ ഒരു 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 സേവകനാ ഞാൻ. പക്ഷെ ഞങ്ങളുടെ സാറ് ഞങ്ങളോട് പറഞ്ഞ യേശു ഇതാണോ? ഈ യേശുവിനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ്? അല്ല, ഈ യേശു ആള് വേറെയാ. കാര്യം ഞാൻ യേശുവിന്റെ ആളല്ല, യേശുവിനെ പിടിക്കാൻ വന്നതാ ഞാൻ. എന്നെ യേശു പിടിച്ചു. ഞാനാ യേശുവിനെ തൊടണ്ടേ പിടിച്ചോണ്ട് പോകാൻ, പക്ഷെ അവൻ എന്നെ തൊട്ടു. ഇനി ഞാൻ എന്റെ പിക്ചർ നിങ്ങൾക്ക് തരാം. ഇവൻ
ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ വലത്തെ കാതിൽ ഇങ്ങനെ പിടിച്ച് സന്തോഷത്തോടെ ഇവൻ ചെല്ലുക. നേരെ പാലസിലെത്തി, അരമനയിലെത്തി. എത്തിയിട്ട് ചോദിച്ചു, മഹാപുരോഹിതൻ ചോദിച്ചു കാണും, എന്താണ് നിനക്ക് ഇത്ര ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷം? യേശുവിനെ അറസ്റ്റ് ചെയ്തതാണോ? യേശു പിടിക്കപ്പെട്ടല്ലോ, അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ, അതിന്റെ ഹാപ്പിയാണോ? നോ 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 അല്ല സാർ, ഞങ്ങൾ യേശുവിനെ അല്ല അറസ്റ്റ് ചെയ്തത്, യേശു ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്. നീ എന്താ ഈ പറയണേ? സാർ ഇത് കണ്ടോ, സാർ ഇത് കണ്ടോ, ഈ കാത് അതവിടെ ഉണ്ട്. അല്ല, യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോ ഈ കാത് ഒരു ശിഷ്യൻ അറുത്തു മാറ്റിയതാ. പക്ഷേ യേശു സാറേ ശത്രുവിനെയും സ്നേഹിക്കുന്നവനാ. ഹല്ലേലൂയ. യേശു വന്ന് കാതെടുത്ത് വെച്ച് സൗഖ്യമാക്കി. സാറേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, സാറ് പറഞ്ഞ ആളല്ല ഈ യേശു. ഇതുപോലൊരു നാമം സാറേ വേറെ ഇല്ല സാറേ. സാർ എന്റെ ജോലി തന്നെ പിരിച്ചു വിട്ടാലും ശരി, എന്റെ പൊന്ന് സാറേ, യേശുവിനെ പോലെ വേറൊരാളില്ല. ഒരു കന്നത്തടിക്കുന്നവന് മറുകന്നവും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ഏക നാമം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന നസറായനായ യേശുവാണ്. Come on, ആ കരങ്ങൾ ഉയർത്തിയ നാമത്തിനൊരു ഹല്ലേലൂയ പറയാം. ഇന്ന് രാത്രി സകല ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഉയർത്തുകാണേ ഈ നാമത്തെ ഉയർത്തണം. ഗദശമന വിളിച്ചു പറയുന്ന സത്യം അത് തന്നെയാണ്. യേശുവിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ പോവുകയാ 5 കോടതികളിൽ മാറി മാറി വിസ്തരിക്കുവാൻ. സെൻഹെദ്രീം സംഘം, ഹന്നാവ്, കയ്യഫാവ്, ഹെരോദാവ്, പിന്നെ പീലാത്തോസ്, ഇങ്ങനെ 5 കോർട്ട്, 7 വിസ്താരം മാറി മാറി വിസ്തരിച്ചു. ഒടുവിൽ റോമൻ ഗവർണർ പീലാത്തോ വന്ന് പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അവസാനം പീലാത്തോസ് പറഞ്ഞു, ഇവനെ 39 പ്രാവശ്യം അടിപ്പിക്കുവാൻ ഞാൻ അവൻ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഗബ്ബത്തായിലേക്ക് കൊണ്ടുപോകയാ. 2ാമത്തെ സ്ഥലം ഗദശമന വിട്ട് ഗബ്ബത്തായിലേക്ക്. എന്തിനാ കൊണ്ടുപോകുന്നറിയാമോ? സമയം പോകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ വാക്ക് അവസാനിപ്പിക്കാം. യേശുവിനെ 39 പ്രാവശ്യം തല്ലിക്കീറേണ്ടതിനായി. അതാ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 13 വായിച്ചത്. യേശു ഗബ്ബത്തായിലേക്ക് പോയി. യേശുവിനെ ഗബ്ബത്തായിൽ കൊണ്ടുവന്നു. പീലാത്തോസ് അവിടെ ഇരുന്ന് കൽപ്പിച്ചു, അവനെ അടിക്കുക 39 പ്രാവശ്യം. യേശു ധരിച്ച വസ്ത്രം ഉരിഞ്ഞു മാറ്റിയിട്ട് അർദ്ധനഗ്നനാക്കി യേശുവിനെ അകത്ത് കൊണ്ടുവന്ന് കുനിച്ചു നിർത്തി. വില്ലുപോലെ റോമൻ ചാട്ടവാർ കയ്യിൽ പിടിച്ചുകൊണ്ട് റോമൻ പട്ടാളക്കാർ യേശുവിനെ അടിക്കുവാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സമയം 1ാമത്തെ പട്ടാളക്കാരൻ യേശുവിന്റെ പുറത്തേക്ക് ആഞ്ഞടിച്ചു. അടിച്ചു കഴിഞ്ഞ് ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ യേശു കർത്താവിന്റെ മാംസം പറഞ്ഞു വരികയാ. 2ാമത്തെ പട്ടാളക്കാരൻ യേശുവിന്റെ പുറത്തേക്ക് ആഞ്ഞടിച്ചു. ചാട്ടവാർ അവന്റെ പുറത്ത് ചുറ്റി. ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ യേശു കർത്താവിന്റെ പുറത്ത് നിന്ന് മാംസങ്ങൾ പറഞ്ഞു വരികയാ. നമ്പർ 3 അടുത്ത പട്ടാളക്കാരൻ. നമ്പർ 4 അടുത്ത അടി. നമ്പർ 5 5ാമത്തെ അടി യേശുവിന്റെ പുറത്തേക്ക് അടിച്ചു. ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരികയാ. നമ്പർ 6, നമ്പർ 7, നമ്പർ 8, നമ്പർ 9, നമ്പർ 10 10ാമത്തെ അടി യേശുവിന്റെ പുറത്തേക്ക് അവർ ആഞ്ഞടിച്ചു. എന്നിട്ട് ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരികയാ. നമ്പർ 11, നമ്പർ 12, 13, 14, 15, 16, 17, 18, 19, 20. നമ്പർ 20 20ാമത്തെ അടി യേശുവിന്റെ പുറത്തേക്ക് അവർ അടിച്ച് ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരികയാ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാനിത് ശാന്തമായി, വളരെ ശാന്തമായി പറയുന്നു. ഈ അറ്റ്മോസ്ഫിയർ ശാന്തമാണ്, പക്ഷേ മറ്റൊരു അറ്റ്മോസ്ഫിയർ ശാന്തമല്ല. ഏതൊരു അറ്റ്മോസ്ഫിയർ ആണെന്നറിയാമോ? ക്രൂശിന്റെ മുമ്പിൽ വിറച്ചുപോയി പിശാച്. എന്ന് വെച്ചാൽ പിശാച് തോറ്റ ഏക സ്ഥലം കാൽവറിയിലെ ക്രൂശാണ്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയുക? അതുകൊണ്ട് പോൾ പറഞ്ഞ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാ. എന്നോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിയത് പറ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്പർ 39 യേശു കർത്താവിന്റെ പുറം അവർ അടിച്ചു കീറി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, യേശു കവന്ന് വീണ് ഈ തല്ല് വാങ്ങുന്ന സമയം ശരീരം മുഴുവൻ മാംസം പറഞ്ഞ് ഉഴവുകാർ ഉഴുതുമറിക്കുന്ന നിലം പോലെ യേശുവിന്റെ ശരീരം തകർക്കപ്പെടുമ്പോൾ ആരെങ്കിലും ഒരാൾ അവിടെ ചെന്ന് ഗുരു ഗെത്സമനയിൽ വെച്ച് ഞാനാകുന്നു എന്ന് ശാന്തമായി പറഞ്ഞപ്പോ പട്ടാളക്കാർ താഴെ പോയില്ലേ? എങ്കിൽ ഈ അടിക്കുമ്പോ ശാന്തമായി ഒന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗബ്ബത്തായിൽ അടിക്കാൻ ആള് കാണില്ല, പീലാത്തോസിന്റെ അരമന കാണില്ല. പിന്നെ എന്തുകൊണ്ട് ഗെത്സമനയിൽ വെച്ച് ഞാനാകുന്നു എന്ന് പറഞ്ഞ അങ്ങേക്ക് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഗബ്ബത്തായിൽ വെച്ച് ഞാനാകുന്നു എന്ന് യേശു പറയും. വായിച്ചിട്ടില്ലേ? 1 പത്രോസ് 1 പീറ്റർ 2:24 2:24 വായിച്ചിട്ടില്ലേ? എന്റെ അടിപ്പിണർ കൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം വരികയാ. ഞാൻ ഈ അടിയേക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് സുഖമുണ്ടാകുവാൻ. ഓ സ്തോത്ര സ്തോത്ര സ്തോത്ര. സുഖമുണ്ടാകുക. അവൻ അടിയേറ്റത് എൻ്റെ സുഖത്തിന് വേണ്ടി, ഞാൻ സുഖമാകുവാനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കൈ ഒന്ന് വീശി 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 ഒന്ന് സ്തോത്രം പറഞ്ഞ് അവൻ്റെ അടിപ്പിണറാൽ 1 പീറ്റർ chapter 2:24 ഐശയ്യ 53:5 അതെ, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വരുവാ. മൂന്നാമത്, ഗബ്ബത്തായിൽ നിന്ന് യേശുവിന്റെ കൈയുടെ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവന്ന് രക്താംബരം ധരിപ്പിച്ച് ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഗബ്ബത്തായുടെ സൈഡിൽ വെച്ച് തലയിൽ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് കോലുകൊണ്ടടിച്ച് തലയ്ക്കകത്തേക്ക് കയറ്റി. എന്നിട്ട് കാട്ടുമരം എടുത്തു കൊടുത്തു. കാട്ടുമരം ഒലിവ് വൃക്ഷത്തിന്റെ തടിയാണെന്ന് ക്രൂശിനവർ ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം ഇസ്രായേലിൽ യാത്ര ചെയ്തിട്ടുണ്ട്. യേശു ക്രൂശുമായി പോയ വഴിയിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇസ്രായേലിലെ ഗൈഡ് ഈ ക്രൂശിനെ കുറിച്ച് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ഉള്ളത്തിൽ ഒരു നൊമ്പരം ഉണ്ടാകും. കാര്യം യേശു കർത്താവ് ക്രൂശുമായി പോകുമ്പോൾ കൈ രണ്ടും ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് കാട്ടുമരം ഇങ്ങനെ കൈയുടെ പുറകിൽ വെച്ച് കെട്ടിക്കൊടുത്തു. ഇങ്ങനെ എടുത്തോണ്ടല്ല പോയെന്ന് അവര് പറയണേ, കൈ വിരിച്ച് ക്രൂശുമായി പോയെന്ന് അവര് പറയുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അവര് പറയുന്നത് സത്യമാണെങ്കിൽ ഒരു കാര്യം സത്യമാണ്. ക്രൂശുമേന്തി കാൽവറിയിലേക്ക് കൈവിരിച്ചാ പോയതെങ്കിൽ മുമ്പോട്ട് വീഴുമ്പോ മുഖം അടിച്ചാ വീഴുന്നേ. പട്ടാളക്കാർ താങ്ങി എഴുന്നേൽപ്പിച്ച് നിർത്തി. ക്രൂശുമായി പോകുമ്പോ പിന്നെ മുഖമടിച്ച് വീഴും. നേരെ മുഖം തകർന്ന്, മൂക്ക് തകർന്ന്, മുഖം തകർന്ന്. ഇത് കണ്ടിട്ടാണോ പണ്ട് ഒരു ദീർഘദർശി പ്രവചനം എഴുതി വെച്ചു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ മുഖം വിരൂപമായി തീർന്നു. എന്റെ സഹോദര, എന്റെ സഹോദരി, സ്വർഗത്തെക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നവൻ, ഷാരോനിൽ റോജയേക്കാൾ സുന്ദരനായവൻ നിനക്ക് വേണ്ടി വിരൂപനായി തീർന്നത് ഓർത്തൊരു സ്തോത്രം ചെയ്യാൻ എത്ര പേർ തയ്യാർ? ഇന്ന് രാത്രി ഞാൻ ഈ ഗ്രൗണ്ടിൽ ആ ക്രൂശിനെ ഉയർത്തുകയാ. ക്രൂശുമേന്തി കാൽവറിയിലെത്തിയവൻ രണ്ട് കൈകൾ വിരിച്ച്, സത്യത്തിൽ മണിക്കൂറുകൾ കൈ വിരിച്ചവന് വേണ്ടി ഇങ്ങനെയും ഒന്ന് കൈ ഉയർത്താൻ നമുക്ക് പറ്റിയില്ലേ? പിന്നെ ഈ ലൈഫ് കൊണ്ട് എന്ത് പ്രയോജനം? കമോൺ, മണി നിനക്ക് വേണ്ടി രക്തം ചിന്തി കൈ വിരിച്ചവന് വേണ്ടി ഒരിക്കലെങ്കിലും ഒന്ന് കൈ ഉയർത്തി, യെസ് ലോർഡ്, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ കൈ ഉയർത്തുകയാണെന്ന് ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. റഹബതജന. സഹോദര, സഹോദരി, നീ രക്ഷിക്കപ്പെടുവാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. നീ യേശുവിനെ ഏറ്റുകൊള്ളുവാൻ 1000 പ്രസംഗത്തിനല്ല ദൈവം ചാൻസ് കൊടുത്തേ. തന്റെ പുത്രനെ കാൽവറിയിൽ ക്രൂശിച്ചിട്ട് പിതാവ് പറയുക, ഇതാ എനിക്ക് നിന്നോടുള്ള സ്നേഹം. 5 പൈസ കൊടുക്കണ്ട. ഇന്ന് രാത്രി ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ, സ്നാനപ്പെടാതെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ,
ഈ സമയം ബെസ്റ്റ് ടൈമാണ്. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്ക്. നിന്റെ പണം യേശുവിന് വേണ്ട, നിന്നെ മതി യേശുവിന്. വേറൊന്നും അവൻ ചോദിക്കുന്നില്ല. അവൻ ചോദിക്കുന്നത് നിന്റെ ഹൃദയമാണ്. ഇന്ന് രാത്രി നിന്റെ പാപം അവനോട് ഏറ്റുപറ. നിന്റെ വീട് ഇന്ന് രാത്രി യേശു ഉള്ള വീടായി മാറാൻ പോകുകയാണ്. കാൽവറിയിൽ കടന്നുകൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആർക്ക് വേണ്ടിയുള്ള ദാഹം? ഒരിറ്റു വെള്ളത്തിനുള്ള ദാഹമല്ല, സാം ജോസഫ് എന്ന എനിക്ക് വേണ്ടിയുള്ള ദാഹം, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം. ഇന്ന് രാത്രി ആ ക്രൂശിന്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ടാണ് ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം ചെയ്യുന്നത്. അല്ല, ഈ ഗ്രൗണ്ടിന്റെ അകത്തോ ഈ ശബ്ദത്തിന്റെ റേഞ്ചിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ ഏറ്റുകൊണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, എൻ്റെ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, വിശ്വസിക്കുന്നവന്റെ ദൈവമാണ്. ആരാ വിശ്വസിക്കുന്നേ? നിങ്ങളുടെ ജാതി അവൻ നോക്കില്ല, നിങ്ങളുടെ നിറം അവൻ നോക്കില്ല, ഒന്നും അവൻ നോക്കില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, ആ ഷോപ്പിന്റെ ഫ്രണ്ടിൽ, ആ വാഹനത്തിന്റെ അകത്ത്, ആ ഇരുട്ടിന്റെ മറവിൽ, ആ വീടിന്റെ അകത്ത് ഞാൻ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ അവൻ നിങ്ങളെ കാണുന്നു. അവിടെ ഇരുന്നുകൊണ്ട് വിളിക്ക്, യേശുവേ. എന്നോട് ചേർന്ന് സകല ദൈവമക്കളും കരമുയർത്തി അവനെ വിളിക്ക്, യേശുവേ, യേശുവേ, യേശുവേ. വായ തുറന്ന് വിളിക്ക്, യേശുവേ, യേശുവേ. ധികാരാബ ഖല ഖതറാബ ഖതറാബ റഥറാബ ലറബ ഖതറാബ ഖല ഖതറാബ ഖതറാബ. നീ അവനെ ഏറ്റുകൊള്ളേണ്ട രാത്രിയാണ്. നീ അവനെ സ്വീകരിക്കേണ്ട രാത്രിയാണ്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്, എളുപ്പം നിൽക്കുക. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. എഴുന്നേറ്റ് നിന്ന കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാം അവനെ, യേശുവേ. ബലിയാന സെമ്മരി പാവങ്ങളെല്ലാം சுமந்து தீர்த்தவரே, பாரிசுத்தாரே தம் எனக்காக அல்லோ, பாக்கியம் பாக்கியமே. பாரிசுத்தாரே தம் எனக்காக அல்லோ, பாக்கியம் பாக்கியமே. പരിശുദ്ധാരേ, കരങ്ങളെ ഉയർത്തി പാടിക്കേ. പടൈത്തവരേ, ആരാധനേ ആരാധനേ. പരിശുദ്ധാരേ படைத்தவரே, ஆராதனே ஆராதனே. ரட்சகரே இயேசுநாதா, ஆராதனே. ഓ നല്ലവരേ, വല്ലവരേ, ആരാധനേ ആരാധനേ. നല്ലവരേ, വല്ലവരേ, ആരാധനേ. ഓ ആരാധനേ. ഒരു നിമിഷം എല്ലാവരും മുമ്പിലേക്ക് വന്ന്, മാക്സിമം ദൈവമക്കൾ മുമ്പിലേക്ക് നടന്നു വന്ന് ഈ ഫ്രണ്ട് മുഴുവൻ ഫില്ല് ചെയ്ത് നമ്മൾ ഒന്നിച്ച് ജസ്റ്റ് 2-3 മിനിറ്റ്സ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കസേരയെല്ലാം വിട്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് നടന്നു വന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരും സഹോദരിമാരും പ്ലീസ് കം ഫോർവേഡ്. മുമ്പിലേക്ക് വരിക. മുമ്പിലേക്ക് വന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ജസ്റ്റ് പ്രയർ, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം.
എനിക്കറിയാം ഇവിടെ അങ്ങനെ വാട്ടർ കോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാമെങ്കിലും നമ്മൾ ഒന്നിച്ചേർന്ന് ജസ്റ്റ് 2-3 മിനിറ്റ്സ്, എനിക്ക് 5 മിനിറ്റ്സും കൂടിയുണ്ട് അലൗ ചെയ്തിരിക്കുന്ന ആ 5 മിനിറ്റ് നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഓ നല്ലവാരേ വല്ലവാരേ ആരാധനേ ആരാധനേ നല്ലവാരേ വല്ലവാരേ ആരാധനേ ആരാധനേ അടയ്ക്കലാമേ അതിശയമേ ആരാധനേ ആരാധനേ അടയ്ക്കലാമേ അതിശയമേ ആരാധനേ നല്ലവാറ്. അപ്പാ ഞങ്ങൾ നിന്നെ ഉയർത്തും. വല്ലവാറ് ആരാധനേ ആരാധനേ പരിശുദ്ധരേ படைத்தவரே ஆராதனே ஆராதனே பரிசுத்தரே படைத்தவரே ஆராதனே ஆராதனே உமக்கு ஆராதனே ஆராதனே சிம்ஹாசனத்தில் வேண்டியிருக்கும் பரிசுத்தரே பரிசுத்தரே ஆராதனே உமக்கு ஆராதனே ஆராதனே உமக்கு ஆராதனே. Come on. We worship you, Lord. உமக்கு ஆராதனை. One more time. ஆராதனை உமக்கு ஆராதனை ஆராதனை. Oh, one more time. ஆராதனை உமக்கு ஆராதனை 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 உமக்கு. ശബ്ദം ഉയർത്തി പാടിയേ. കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി. കമാൻ. ഓഹോ സിംഹാസനത്തിൽ വേണ്ടിയിരിക്കും പരിശുദ്ധരേ പരിശുദ്ധരേ സിംഹാസനത്തിൽ വേണ്ടിയിരിക്കും പരിശുദ്ധരേ പരിശുദ്ധ. ഓ ആരാധനേ. ஐயா வாழ்க அப்பா. ஓ ஆராதனை ஓர மகசீரனா ஆராதனை உமக்கு ஆராதனை ஆராதனை. Ratarala bakatara ya mashandar ya bakura mashakatara ya baba.
We welcome you. We welcome you. Yes, Holy Spirit, നിന്റെ കരങ്ങളിലേക്ക് ഈ സമയം ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഈ ജനത്തെ തൊടുക, ഈ ജനത്തെ തൊടുക, ഈ ജനത്തെ ഹീലാക്കുക, ഈ ജനത്തെ അഭിഷേകത്താൽ നിറയ്ക്കുക, ഈ ജനത്തെ വല്ലമയാൽ നിറയട്ടെ, വല്ലമയാൽ നിറയട്ടെ. അവരുടെ എല്ലാ ജപക്കുറിപ്പുകൾക്കും ബദൽ ഉണ്ടാകുവതാകട്ടെ, ബദൽ ഉണ്ടാകുവതാകട്ടെ. അവരുടെ മേലൊരു അഭിഷേകത്തെ ഇപ്പോൾ വെള്ളം ഊറ്റി ഒഴിക്കുന്നത് പോലെ അവരുടെ മേലൊരു അനോയിന്റിങ് ഇപ്പോൾ റിലീസ് ചെയ്യപ്പെടട്ടെ. ആ കരങ്ങൾ തട്ടി കർത്താവിനെ മഹിമപ്പെടുത്തുവാമ. ചില നോയ്കൾ സുഖമാകുന്നു, ചില ബന്ധനങ്ങൾ, ചില കെട്ടുകൾ അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു. കെട്ടുകൾ അഴിയുന്നു. റിമാട്ട റിമാട്ട കലാപ്രമി സിക്കത്തറയബ റെൻഡസ് കഥാരിയ ബക്കതരിയ ബക്കതരിയ. യെസ്, വായ തുറന്ന് അന്യഭാഷ വായ തുറന്ന് പറയുക. ഇപ്പോൾ യേശു ചിലരെ തൊടുകയാ, 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 തൊടുകയാ. Lar biloy shase baba baba lakha rata kabra bambra baska rai chasmita kalabi rata labra baba 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 bashia. യേശുവിന്റെ ക്രൂശ് നിന്നെ സ്നേഹിക്കുകയാ, ക്രൂശിലെ സ്നേഹം നിന്നെ തൊടുകയാ. പിതാവിന്റെ സ്നേഹം, ഫാദർ ജീസസ് ഹോളി സ്പിരിറ്റ്, ഈ മക്കളെ തൊടുക, തൊടുക, തൊടുക. മക്കൾ வாழ்க்கைയിൽ അത്ഭുതം ഉണ്ടാകുവതാകട്ടെ, മക്കൾ வாழ்க்கைയിൽ അത്ഭുതം ഉണ്ടാകുവതാകട്ടെ, അതിശയങ്ങൾ ഉണ്ടാകുവതാകട്ടെ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ഉണ്ടാകുവതാകട്ടെ. യെസ്, അവർ പുതിയ മിനിസ്ട്രി ഏൽക്കട്ടെ. യെസ്, യെസ്, യെസ്. അപ്പാ, അവരെ ഊഴിയത്തിൻ പാതയിൽ ശക്തമായി ഭയപ്പെടുത്തുമാവിയാനവരെ ഇപ്പോഴത് ഇപ്പോഴത് അവരെ തൊടുമാവിയാനവർ. നാം ഒന്നായി ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. റബബ, അടുത്തടുത്ത് നിൽക്കുന്നവർ കരങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങളെ ചേർത്ത് പിടിച്ച്, കരങ്ങളെ കോർത്ത് പിടിച്ച് ഒന്നായി ഐക്യമായി, ഐക്യമായി, ഐക്യം, 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 യൂണിറ്റി, 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 ഐക്യം, 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 ഐക്യം. റാഹ ബാബാ 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 ഐക്യമായി. ഓ റബ ബാബാ 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 ബാബാ. Baba 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 re baba 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 bashkara thakatara baka. വായ തുറന്ന് അന്യഭാഷ പേശി ഐക്യമായി ജപം, ഐക്യമായി, ഐക്യമായി. പ്രയർ വിത്ത് യൂണിറ്റി, ഐക്യമായി, ഐക്യമായി. അപ്പ സേവ ചെയ്യാനുള്ള കിരുബൈ വേണം അപ്പ. ഇന്നും തേവൈ കിരുബൈ ധാരും അപ്പ. ഞങ്ങൾക്ക് കൃപയാണ് വേണ്ടത്, കൃപയാണ്, അധികം കൃപ, അധികം കൃപ. മോർ ആൻഡ് മോർ. സേല ബാബാ 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 Shanda Sata Remalta 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 Tania 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 Remalta Remalta Tata Tata Nita 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 Remalta Remalta Retania 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 Tania 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 Remolta 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 Tata Ratatatata Ratatatata Ratatata Labo Baba 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 Retara Baba Ratatatata Tina Tina Rajasta Rajasta Bikibe Baby Baby Bishkata Rayabo Sate Renta Sita 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 Ratatata Labra Bambra Bako Sitilias. Yes Lord, ഇപ്പോഴത്തെ യേശു ക്രിസ്തുവിൻ നാമത്തിനാല് കരങ്ങളെ ചേർത്ത് പിടിച്ച് ഒന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഒരു എളുപ്പതൽ വരപ്പോകുറാ. ഇത് ജോഷുവാവിൻ കാല, ഇത് എളുപ്പതലിൻ നേര. യെസ് മാസ്റ്റർ, അതേ ആവിയാനവരേ, ഇത് എളുപ്പതലിൻ നേരം. ഇത് ജോഷുവാവിൻ കാല.
அடுத்த ஜெனரேஷன் எழும்பி வரட்டும் ஆண்டவரே. பேதுரு எழும்பி வரட்டும், பால் எழும்பி வரட்டும், யோவான் எழும்பி வரட்டும், அடுத்த தலைமுறை எழும்பி வரட்டும். ஆவியானவரே, ഞങ്ങൾ ഒന്നായി ജപം பண்ணுகிறோம். ஒவ்வொரு செஷன்ஸிலும் ஆவியானவருடைய வல்லமை, ஆவியானவருடைய பிரசன்னம் இறங்கி வருவதாகட்டும். ഇന്ന് നൈറ്റ് അവർ ആവിയിൽ ജപം പണിട്ടും. അവരുടെ വീട് ഒരു ആശ്ചര്യപ്പിൻ കൂടാരം മാതിരി ഇന്ന് രാത്രി அப்பா இந்த இரவு வேளையில் ஆகட்டும் ஆண்டவரே. மணிக்கணக்கான அந்நிய பாஷை பேசி ஜெபம் பண்ணுவார். மக்களுக்கு கிருபை கொடுக்கும் ஆண்டவரே. அவர் ஏதாவதோ மக்கள் நோயால் பாரப்படுங்க, இப்பொழுது நோய்கள் சுகமாகட்டும் ஆண்டவரே. சுகம் உண்டாகுவதாகட்ടെ. கேன்சர் விட்டு மாறட்ட, டியூமர் விட்டு மாறட்ட, அந்த தலைவலி விட்டு மாறட்ட இயேசுவின் நாமத்தில். ஹெடேக், பேக் பெயின், ஹார்ட் அட்டாக், ஐ பிரேக் இன் ஜீசஸ் நேம். இயேசுவின் நாமத்தினாலே அவர் சுகம் உண்டாகட்ടെ. ராட்டா கதரபா ஷடா தராபி காஸ். இந்த அபிஷேகத்தை அவர் பெற்றிக்கொள்ளட்டும் ஆவியானவரே. இந்த நாளுகள் எல்லாம் இந்த ஞாயிற்றுக்கிழமை நைட்டு வரை இந்த இடத்து ஒரு அபிஷேக மினிஸ்ட்ரி, அபிஷேக ஊழியம் உண்டாகட்டும் அப்பா. ஒவ்வொரு ஊழியக்காரும் அனாயிண்டடாய் மாறட்ட. அவர் கரங்களை வைக்கும் பொழுது அபிஷேகம் ரிலீஸ் பண்ணட்டும். ஏதாவது ஊழியக்கார் அப்பா ஆமே பிளாக் ஆகி நிற்குന്നെങ്കിൽ இப்பொழுது அவருடைய பவுண்டர் எல்லாமே மாறட்டும் ஆண்டவரே. യെസ് 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 ഏലിയാവിനോട് നീ പറഞ്ഞു, നീ എഴുന്നേക്ക്, നിനക്ക് ലോങ് ജേർണി ഉണ്ട്, ദൂര യാത്ര നിനക്കുണ്ട്. യേശുവിൻ നാമത്തിനാലെ ഇപ്പൊ ഈ മക്കളെ ആശീർവദിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ